ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. 7 മണി കഴിഞ്ഞു, 7:01 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വൈറ്റ് ബോർഡിന്റെ ലേൺ വിത്ത് വൈറ്റ് ബോർഡ് എന്ന ഫ്രീ ലൈവ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 9ാം ക്ലാസ്സിലെ മാത്സിന്റെ ക്രിസ്മസ് പോർഷനുള്ള പോർഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പാഠം എന്ന് പറയുന്നത് ഏതാണ്? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം എന്ന് പറഞ്ഞ പാഠമാണ് നമുക്ക് ഫസ്റ്റ് റിവൈസ് ചെയ്യാനുള്ളത്. എന്താണ് ഈ പാഠത്തിൽ നമുക്ക് പറയുന്നത്? ഫസ്റ്റ് നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യ p/q എന്ന ഫോമിൽ, അല്ലെങ്കിൽ ഇതെന്താണ്, ഭിന്നക സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ, ഇങ്ങനെ എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് എന്ത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ √3, ഇനി √2, √5 ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, സോ രണ്ട് നമ്പേഴ്സ് √x-ഉം √y-ഉം ആണെങ്കിൽ നമുക്ക് അവയുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണിത എങ്ങനെ എഴുതാം? √(x × y) എന്ന് എഴുതാം അല്ലെ. അതായത് √2 × √3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടിനെ ഉള്ളിൽ എഴുതിയിട്ട് √2 × 3 എന്ന് എഴുതാം അല്ലെ. √6 ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ, രണ്ട് നമ്പേഴ്സ് √x-ഉം √y ആണെങ്കിൽ അവയുടെ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം √x/√y ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം? √(x - y) എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്തായിരിക്കും? √3/4a² ആയിരിക്കും. മാത്രല്ല അതിന്റെ ലംബം എന്ന് പറയുന്നത്, അതായത് പെർപെൻഡിക്കുലർ, അതെന്തായിരിക്കും? √3/4a², സോറി, √3/2a ആയിരിക്കും. ഈ കാര്യം ഓർത്ത് വെക്കുക. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ചിലപ്പോൾ ഏരിയ തരും, എന്നിട്ട് വശം കാണാൻ പറയും, അല്ലെങ്കിൽ വശം തന്നിട്ട് ഏരിയ കാണാൻ പറയും. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എ, ബി, സി എന്നാണെങ്കിൽ അവയുടെ പരപ്പളവ്, അതായത് ഏരിയ, ആ ഒരു ത്രികോണത്തിന്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു √(s × s - a × s - b × s - c). എന്താണ് എസ്? ഈ 3 വശങ്ങളെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുന്നതാണ് എന്ത്, എസ് എന്ന് പറയുന്നത്. എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താ അറിയോ? സെമി പെരിമീറ്റർ എന്നാണ്. അതായത് ഈ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്ററിന്റെ പകുതി, അതല്ലേ ഇത് 1/2 × a + b + c എന്ന് പറയുന്നത്. സോ ഈ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ചോദിച്ചാൽ മാർക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. എന്തായിട്ടും ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ചോദ്യം എന്താണ്? ഒരു ചതുരത്തിന്റെ നീളം √32 സെന്റിമീറ്ററും വീതി √18 സെന്റിമീറ്ററും ആണ്. ഓക്കെ, നമുക്കൊരു ചതുരമുണ്ട്, അതായത് റെക്റ്റാങ്കിൾ. അതിന്റെ നീളം എന്ന് പറയുന്നത് √32 സെന്റിമീറ്റർ ആണ്. വീതിയോ √18 ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് വീഡിയോയിലോ ഓഡിയോയിലോ ഇഷ്യൂസ് എന്തെങ്കിലും ഒന്ന് പറയാട്ടോ. ഇപ്പൊ റൈറ്റ് ഹാൻഡ് നിൽക്കിയവരൊക്കെ എന്ത് ചെയ്യാ, അതൊന്ന് റൈറ്റ് ഹാൻഡ് കളയാ, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം റൈറ്റ് ഹാൻഡ് നിൽക്കുക. ഓർ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാ, പറയാം. ഓക്കെ അല്ലേ? ഞാൻ കേൾക്കുന്നില്ലേ പറയുന്നത്? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് ഇട്ടതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ചതുരം ഉണ്ട്. അതിന്റെ നീളം √32, അതായത് √32ഉം അതിന്റെ
വീതി അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് √18 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ത്? അതായത് എന്താ? പെരിമീറ്റർ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. എന്താ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ? അതായത് മലയാളത്തില് 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇതെന്താണ്? ഇവിടെ നമുക്ക് നീളം എന്ന് പറയുന്നത് ലെങ്ത് √32 ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് √18 ആണ്. അപ്പൊ എന്തായിരിക്കും? 2 ഇൻറ്റു √32 പ്ലസ് √18. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇതെന്താ ചെയ്യാ? നമുക്ക് ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 ഇൻറ്റു √32 പ്ലസ് 2 ഇൻറ്റു √18. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ √32നെ √18 എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് 2 ഇൻറ്റു 32നെ നമുക്ക് 2 ഇൻറ്റു 16 എന്ന് എഴുതിക്കൂടെ? പറ്റും. പ്ലസ് 2 ഇൻറ്റു √18നെ 2 ഇൻറ്റു 9 എഴുതാം. സോ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു √16 എന്താ? നമുക്ക് പുറത്തെടുക്കാം. √16 വാല്യൂ ഉണ്ട്, 4 വാല്യൂ. 4 ഇൻറ്റു 4 എന്താ? 16 ആണ്. സോ √16 വിൽ ബി 4. അപ്പൊ 4 ഇൻറ്റു അവിടെ ബാക്കിയുള്ളത് √2 ആണ്. പ്ലസ് 2 ഇൻറ്റു √2 ഇൻറ്റു √2 ഇൻറ്റു 9. അപ്പൊ 9ന്റെ റൂട്ട് എന്താ? 3 ആണ്. അപ്പൊ 3 ഇൻറ്റു √2 വിച്ച് ഇസ് ഈക്വൽ ടു 8 √2. 4 ഇൻറ്റു 2 8 √2 പ്ലസ് 3 ഇൻറ്റു 2 6 √2. ഇതെന്താ? ഇത് രണ്ടും ഒരേ ടേം ആണ്. അതായത് രണ്ടിലും കോമൺ ആയിട്ട് ഒരേപോലെ √2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാൻ പറ്റും. അതായത് 8 പ്ലസ് 6 എന്താ? 14 √2. ഇത്രയും സെന്റിമീറ്റർ ആണത് ഈ ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോർഷന്റെ ആൻസർ ഇപ്പൊ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ബി പോർഷന്റെ ആൻസർ നോക്കാം. ഈ ഒരു ചതുരത്തിന്റെ അറിയാം, ചതുരം √32 നീളം, √18 വീതി, ലെങ്ത് ബ്രെഡ്ത്ത്. ഇതിന്റെ പരപ്പളവ് എന്തെന്നാ ചോദിക്കുന്നത്? അതായത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. എന്താണ് ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതി. ഇവിടെ ലെങ്ത് എന്താ? നീളം √32 ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്താ? √18. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ എഴുതിയ പോലെ √32 നമുക്ക് എങ്ങനെ എഴുതാം? 4 √2. നേരത്തെ നമ്മൾ എഴുതിയതാണ് കേട്ടോ. √16 ഇൻറ്റു 2 എന്ന് എഴുതിയിട്ട് അതിനെ പുറത്തെടുക്കുമ്പോൾ 4 √2 ഇൻറ്റു √18 നമുക്ക് എങ്ങനെ എഴുതാം? √18ന് 3 √2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 എന്താ? 12 ഇൻറ്റു √2 ഇൻറ്റു √2 എന്തായിരിക്കും? √2 ഇൻറ്റു √2 ഈസ് 2 ആണ് കേട്ടോ. അതായത് √2ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇത് 2 ആണ്. ഇറ്റ് ഈക്വൽ ടു 12 ഇൻറ്റു 2 എന്താ? 24 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. ഇതാണ് അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചതുരത്തിന്റെ വികർണത്തിന്റെ നീളം, അതായത് ഡയഗണലിന്റെ ലെങ്ത് ആണ് ചോദിക്കുന്നത്. ഡയഗണല് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്ന എന്താണ്? ഒരു റെക്ടാങ്കിൾ ആണ് അല്ലെ? ഒരു മട്ടത്രികോണാണ്. സോ ഇതിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പർടെന്യൂസ് കാണാൻ നമുക്കറിയാം ബൈ പൈതഗോറസ് തിയറം ഹൈപ്പർടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. റൂട്ട് ഉണ്ട് അല്ലെ? അതേപോലെ മലയാളത്തിലാണെങ്കിൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. റൂട്ട് ഉണ്ട്. സോറി, റൂട്ട് ഇല്ല. എച്ച് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ വരുമ്പോൾ റൂട്ട് ഇല്ല കേട്ടോ.
അപ്പൊ ഇതെന്തായിരിക്കും നമ്മുടെ ബേസ് അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്ന ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് √32 ആണ്. അപ്പൊ √32 ഹോൾ സ്ക്വയർ പ്ലസ് ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്താ √18 ഹോൾ സ്ക്വയർ. ഇതെന്താ വരിക? റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളത്തെ സംഖ്യ തന്നെ. അപ്പൊ √32 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് 32 പ്ലസ് 18 ഇതെന്താ 50. സോ നമുക്ക് എച്ച് സ്ക്വയർ അല്ലെങ്കിൽ കർണം സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പം എച്ച് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്താ √50 എന്ന് വരും. ഓക്കെ, അതായത് ഈ ഒരു വികരണത്തിന്റെ അല്ലെങ്കിൽ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് √50 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √2 × 25 എന്ന് എഴുതാം. അതായത് 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5√2 എന്ന് എഴുതാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയാണ്. മറ്റേത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചാല് ഇത് കിട്ടുന്നതാണ്. നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അതായത് മലയാളത്തിൽ പറഞ്ഞാല് നമ്മളെടുത്ത ഒരു ചതുരം ഉണ്ട്, അതായത് സമചതുരാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ അറിയാം 4 വശം എന്താണ്, സൈഡ് എന്താണ്, ഈക്വൽ ആണ്, സമമാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 5 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സോ ഒരു ചതുരത്തിന്റെ, സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പരപ്പളവ് എന്താ? ഒരു സൈഡ് എ ആണെങ്കിൽ മറ്റേ സൈഡ് എ ആയിരിക്കും. അതിന്റെ പരപ്പളവ് പറയുന്നത് നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതെന്താ? എ ഇൻറ്റു എ ആയിരിക്കും, അതായത് എ സ്ക്വയർ. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് ഈ 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ വശം എന്തായിരിക്കും? എ എന്ന് പറയുന്നത് √5. പാർട്ടിന്റെ ആൻസർ കിട്ടി. അതായത് ആ ചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? √5 ആണ്. ദെൻ ബി പാർട്ടിലോട്ട് പോയാല് കമ്പ്യൂട്ട് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 1/5 സ്ക്വയർ സെന്റിമീറ്റർ. കറക്റ്റ് ടു. അതായത് നമുക്കൊരു ചതുരണ്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ഏരിയ മാറുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്? 1/5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്തായിരിക്കും? ഇതെന്താ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താ? ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ. സോ എ സ്ക്വയർ ഈക്വൽ ടു 1/5 ആണ്. സോ എ എന്തായിരിക്കും? ഇവിടെ സ്ക്വയർ പോയ ഇവിടെ റൂട്ട് വരും. ഓക്കെ, അപ്പൊ √1/5. ഇതിന് നമ്മൾ പഠിച്ച ഇത് പ്രകാരം √1/√5 എന്ന് എഴുതാം. ഓക്കെ, √1 എന്താ? √1 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ √5. സോ ഇവിടെ കറക്റ്റ് 2 എന്ന് പറയുന്നത് 2 വരെ കറക്റ്റ് ആക്കിയിട്ട് എഴുതാന്നാ പറഞ്ഞത്. അതായത് √5ന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ 1/√5ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 2.24. 1/2.24 ഒന്ന് ചെയ്താൽ ഒരു സംഖ്യ കിട്ടും. അതായത് ഇതിന്റെ ഉത്തരം. അല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് √5/5. 1/√5 √5/5നോട് ഈക്വൽ ആണ്. സോ ഈ 1/√5 എന്ന് പറഞ്ഞാൽ √5/5 തന്നെയാണ്. സോ ഇത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? √5 എന്ന് പറയുന്നത് 2.24/5. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. സ്പീഡ് ഏറുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫൈൻഡ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് നമ്മളടുത്ത് ഒരു സമചതുരം ഉണ്ട്, സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ മലയാളത്തിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ്. ഓക്കെ, ഒരു സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ സൈഡ് രണ്ടും എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പൊ നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ എന്തേ കാരം? എ ഇൻറ്റു എ, അതായത് എ സ്ക്വയർ ആണ്. അതാണ് എന്ത്? ഒരു
സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ തന്ന 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതുരത്തിന്റെ സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഇതെന്തായിരിക്കും? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എ സ്ക്വയർ അല്ലെ? അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ആണ് അതിന്റെ സൈഡ് എ ആണെങ്കിൽ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്റെ വാല്യൂ കാണണം. അതായത് എ എന്തായിരിക്കും? എ സ്ക്വയർ 5 ആണെങ്കിൽ എ √5. ഓക്കെ. ഇപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് എന്താ? √2 ആണ്. അതായത് ഈ സ്ക്വയർ ഇവിടെ പോകുമ്പോ ഇക്വേഷന്റെ ഇപ്പുറത്ത് റൂട്ട് വരും. നിങ്ങൾക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ എ ഈക്വൽ ടു √5. അപ്പൊ ആദ്യത്തെ പാർട്ടിന്റെ ഉത്തരം കിട്ടിയില്ലേ? ആ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചതുരത്തിന്റെ സമചതുരത്തിന്റെ സൈഡ് എന്ന് പറയുന്നത് √5 ആണ്. ഇനി ഇതേപോലെ തന്നെയാണ് എന്താ അടിയത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഈ പരപ്പളവ് ഏരിയക്ക് പകരം എന്താണ്? ഈ 5ന് പകരം 1/5 ആണ്. 1/5. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/5 എന്ന് വരും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √1/5. നമ്മൾ ഇറേഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്ന ഗുണനം എന്ന് പറഞ്ഞതില് ഡിവിഷന്റെ ഭാഗത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. √1/5 നമുക്ക് എങ്ങനെ എഴുതാം? ആ റൂട്ട് മേലും താഴെയും കൊടുക്കാം. √1/√5 എന്ന് കൊടുക്കാം. അപ്പൊ √1 എന്താ? 1. 1ന്റെ റൂട്ട് 1 തന്നെയാ. 1 × 1 എന്താ? 1. അതുകൊണ്ട് 1/√5. ഇനി ഈ √5 തന്ന വാല്യൂ ഉണ്ടല്ലോ, √5 ഈക്വൽ ടു 2.24 തന്നു. അതിന് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. സോ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടുത്ത പാഠത്തിലോട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ് പാഠം എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ എന്നാണ്. എന്താണ് സദൃശ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാല്? ഒരു ത്രികോണം മറ്റൊരു ത്രികോണത്തിനോട് സദൃശ്യമാണ് അല്ലെങ്കിൽ സിമിലർ എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ത്രികോണം മറ്റേ ത്രികോണത്തിന്റെ ഒരു വലിയ സാധനമാണ് അല്ലെങ്കിൽ ചെറിയ സാധനമാണ്. അതിന്റെ ആംഗിള് മാറൂല, കോണുകൾ മാറൂല. മാത്രല്ല അതിന്റെ സൈഡുകൾ എന്ത് ചെയ്യും? ഒരേ തോതിലായിരിക്കും ചേഞ്ച് ചെയ്യുക. ഈ എക്സാമ്പിൾ ഒന്ന് നോക്ക്. ഇതിന്റെ ആംഗിൾ മാറൂല. ഓക്കെ, 35 ആണ്, 35 ആണ്, 70 ആണ്, 70 ആണ്, 75 ആണ്, 75 ആണ്. മാത്രല്ല ഇതിന്റെ സൈഡുകൾ ഒരേ റേഷ്യോയിലാണ് പോകുന്നത്. അതായത് ഇവിടെ 8 ആണ്, ഇവിടെ 16, 10, 20, 6, 12. അതായത് ഈ ഫസ്റ്റത്തെ ത്രികോണത്തിന്റെ 2 മടങ്ങാണ് രണ്ടാമത്തെ ത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ത്രികോണങ്ങള് സദൃശ്യമാണോ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യൽ എങ്ങനെയാ? 3 കാര്യം ഓർത്താൽ മതി. എസ് 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 ഓർ എ എ എ ഓർ എസ് എ എസ് കാണുന്നുണ്ടല്ലോ താഴെ. എസ് എന്ന് പറയുന്നത് സൈഡാണ്, എ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഓക്കെ. അപ്പൊ എസ് എസ് എന്ന് പറഞ്ഞാല് 3 സൈഡ് ഒരു ത്രികോണത്തിന്റെ 3 സൈഡും മറ്റൊരു ത്രികോണത്തിന്റെ 3 സൈഡും ആയിട്ട് ഒരേ റേഷ്യോയിലാണ്, ഒരേ രീതിയിലാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ ത്രികോണം എന്ന് വിളിക്കാം. പിന്നെ അടുത്തത് എ എ എ, അതായത് 3 ആംഗിൾ. രണ്ട് ത്രികോണത്തിന്റെ ആംഗിളുകൾ 3 ആംഗിൾ എന്താണ്? തുല്യമാണെങ്കിൽ അവ രണ്ടും സിമിലർ ആണ്, സദൃശമാണെന്ന് പറയാം. പിന്നെ മൂന്നാമത്തത് എസ് എ എസ്. കണ്ടോ, രണ്ട് ഉള്ളിലാണ് എന്ത് ആംഗിൾ വരുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ 16 ആകുന്ന സൈഡ് ഉണ്ട്, 20 ആകുന്ന സൈഡ് ഉണ്ട്. ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രണ്ട് സൈഡ്, അതിന്റെ ഇടയിലുള്ള ഒരു കോണ്. അപ്പം വേറെ ത്രികോണം എടുത്താല് ആ ത്രികോണത്തിന്റെ ഈ രണ്ട് സൈഡും ഈ രണ്ട് സൈഡും ഒരേ റേഷ്യോയിലാണ് മാറുന്നത്. പ്ലസ് ഈ ഒരു ആംഗിൾ ഈക്വലും ആണെങ്കിൽ അവ സിമിലർ ആണ്, സദൃശ്യമാണെന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ സെയിം ആംഗിൾ ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് 35ന്റെ ഓപ്പോസിറ്റ് ബി ആണ്, 35ന്റെ ഓപ്പോസിറ്റ് ക്യൂ ആണ്. സോ ക്യൂ ബൈ ബി ഈക്വൽ ടു ബാക്കി വരുന്ന അതേ സൈഡുകൾ എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് അതിന്റെ ഇൻക്രീസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
അതായത് ഒരു ചിത്രം ഉണ്ട്, അതിൽ ത്രികോണം ഉണ്ട്, രണ്ട് വര ഉണ്ട് ഉള്ളില്. കോൺ ഇയും കോൺ ഡിയും, കോൺ ആംഗിൾ ഇയും ആംഗിൾ ഡിയും എന്താണ് 90 ഡിഗ്രി ആണ്. ഓക്കെ. ആൻഡ് കോൺ ബി എഫ് ഇ 65 എന്നാണ്. അത് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താം. അത് 65. സോ കോൺ ഡി എഫ് സിയുടെ അളവ് കാണാനാ പറയുന്നത്. അതായത് ആംഗിൾ ഡി എഫ് സി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് കോൺ ഡി എഫ് സി എന്താണ്? ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു 90 ഡിഗ്രി ആണ്. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇവിടെ 90 ഡിഗ്രി ആവും. കാരണം എന്താ, ഒരു ലൈനിന്റെ അവിടെ ഫുള്ള് എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പം ഇത് 90 ആണെങ്കിൽ പുറത്ത് ഉറപ്പാണ് 90. സോ ഇവിടെ ത്രികോണം ഉണ്ട്, ബി ഇ എഫ് ഇല്ലേ, ട്രയാങ്കിൾ. അതിന്റെ ഒരു ആംഗിൾ 90, മറ്റേ ആംഗിൾ 65 ആണ്. സോ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ട്രയാങ്കിൾ ആംഗിൾ എന്ത് വരും, 180. അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണ് കൂട്ടിയാൽ 180 ആയിട്ട്. അപ്പം 180 ഈ 90ഉം 65ഉം കുറച്ചാൽ കിട്ടുന്ന സംഭവമാണ് എന്ത്, ആ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത്. അതായത് 25. സോ ഈ കോൺ ഡി, ഈ ഒരു കോൺ എന്തായാലും 25ആണ്. നമുക്ക് എന്താ കാണണ്ടേ, ഡി എഫ് സി കാണണ്ടേ, അതായത് ഈ ഒരു കോണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലൽ ലൈനിന് സമാന്തര ലൈനിന് കട്ട് ചെയ്യുന്ന വര, ഈ ബി ഡി എന്ന വരക്ക് ഒരു കട്ട് ചെയ്യുന്ന വരെയാണ് എന്ത്, ഇ സി എന്ന് പറയുന്നത്. അപ്പം ഈ എഫിന്റെ ഈ സൈഡിൽ 65 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താവും, 65 ഡിഗ്രി ആവും. ഓക്കെ. അപ്പൊ നമുക്ക് കോൺ എന്ത് കിട്ടി, കോൺ ഡി എഫ് സി എന്ന് പറയുന്നത് 65 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ രണ്ടാമത്തെ ത്രികോണത്തില് ഡി എഫ് സി എന്ന ത്രികോണത്തില് ഒരു ആംഗിൾ 90 ആണ്, ഒന്ന് 65 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, മറ്റേത് 25 വരും. സോ ഇവിടെ ബി ഇ എഫ് പറഞ്ഞ ട്രയാങ്കിളും ഈ ഡി എഫ് സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എന്താണ്, സിമിലർ ആണ്, സെയിം ആംഗിൾ ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, രണ്ടാമത്തെ ബി പാർട്ടിന്റെ ആൻസർ ഞാൻ പറയുന്നത്, അതിന്റെ ആംഗിൾ എടുത്ത് നോക്കിയാല് നമുക്കറിയാം 25 എന്ന ആംഗിൾ ഉണ്ട്, 90 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, പിന്നെ 65 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്. ഞാൻ ഇത് ഒന്നാമത്തെ ട്രയാങ്കിളും ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആക്കി എടുക്കുന്നു. 1, 2. സോ 25ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഒന്നാമത്തേല് ഇ എഫ്. അതേപോലെ രണ്ടാമത്തേലോ 25ന്റെ ഓപ്പോസിറ്റ് ഇ എഫ് എന്നുള്ളത് എഫ് പി എന്ന് വേണമെങ്കിൽ എഴുതാം, എഫ് പി. രണ്ടാമത്തേലോ എഫ് ഡി. അതേപോലെ ഒന്നാമത്തേല് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് എഫ് ബി ആണ്. രണ്ടാമത്തേലോ എഫ് സി. അതേപോലെ 65 ബി ഇ സി ഡി. 65 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാല്, കോൺ ബി എഫ് പി നമുക്ക് 65 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന മറ്റേ ത്രികോണത്തിലെ ഒരു കോണ് കണ്ടോ, ആ കോണ് ഓട്ടോമാറ്റിക്കലി 65 ആവും. കാരണം എന്താ, ഇങ്ങനെ ഒരു വരയാണ് ബി ഡി എന്ന് പറയുന്നത്. ഒരു വര ഇങ്ങനെ ഈ സി, ഇത് 65 എന്നാ പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ 65 ആണ്. നിങ്ങൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത് പാരലൽ ലൈൻസിന്റെ സമാന്തര വരകൾ. ഇതെന്തേക്കാരം 180 65 കുറച്ചത്. അതേപോലെ ഇതെന്തേക്കാരം 180 65 കുറച്ചത്. സോ ഇത് 65 ആണ് കിട്ടിയത്, അങ്ങനെ അപ്പൊ പറഞ്ഞു. ഓക്കെ. ബാക്ക് ടു ദി ആംഗിൾസ് ആൻഡ് സൈഡ്സ്. ഈ 25ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എഫ് പിയും എഫ് ഡി ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇ ബൈ എഫ് ഡി എന്ന് എഴുതാം. ഓക്കെ. ഇതിനെയോ എഫ് ബി ബൈ എഫ് സി. ഇവിടെ നോക്കൂ, എഫ് സിയും എഫ് സിയും എഫ് ഡിയും എഫ് ബി ആ വേണ്ടത്. ഇതാ ഈ സംഭവങ്ങൾ മാത്രം മതി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഇ ബൈ സി ഡി എന്ന് എഴുതാം. അതായത് നമ്മൾ എന്താ പഠിച്ചേ, ഇതൊക്കെ ഈക്വൽ ആണെന്നാ പഠിച്ചത് അല്ലേ. എഫ് ഇ ബൈ എഫ് ഡി ഇസ് ഈക്വൽ ടു എഫ് ബി ബൈ എഫ് സി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഇൻറ്റു ആവും. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അപ്പൊ അത് ഇൻറ്റു ആവും. അപ്പൊ എന്താ കിട്ടും, എഫ് പി ഇൻറ്റു എഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഡി ഇൻറ്റു എഫ് ബി. തെളിയിച്ചില്ലേ, പ്രൂവ് ആയില്ലേ. അടുത്ത ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്റർ ആണ്. വൃത്തങ്ങളുടെ അളവുകൾ. വൃത്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താ വൃത്തം, ഇതാണ് വൃത്തം. ഈ വൃത്തത്തിന് എന്തുണ്ടാവും, ഒരു ആരം ഉണ്ടാവും, അതായത് റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ്. അതിനൊരു സെന്റർ ഉണ്ടാവും, അതാണിത് വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സർക്കിൾ സെന്റർ എന്ന് പറയുന്നത്. ഇതാണ് റേഡിയസ്, നമ്മൾ ആർ കൊണ്ട് സൂചിപ്പിക്കും. അതേപോലെ
ഈ റേഡിയസിന്റെ ഇരട്ടി, അതായത് 2r ആയിരിക്കും എന്നതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത കാര്യം പഠിക്കാനുള്ളത്, ഇതിൽ നമ്മൾ പുതിയ നമ്പർ പഠിച്ചിട്ടുണ്ട്, പൈ എന്ന നമ്പർ. ഏതൊരു വൃത്തം എടുത്താലും, നിങ്ങൾ ഏതൊരു വൃത്തം എടുത്താലും ആ ഒരു വൃത്തത്തിന്റെ ചുറ്റളവിനെ അതിന്റെ വ്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പറാ കിട്ടുക. ഏത് വൃത്തം ചെയ്താലും പൈ എന്ന് പറഞ്ഞ നമ്പർ 3.14 എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സർക്കുംഫറൻസ് ബൈ ഡയമീറ്റർ. ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് ചെറിയ മാർക്കിന്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ ചുറ്റളവും വ്യാസവും അല്ലെങ്കിൽ സർക്കുംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്താണ് സംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഒരു സർക്കിളിന്റെ സർക്കുംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം 6 ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കുംഫറൻസ് എന്തായിരിക്കും? 2πr ആണ്. അടുത്തത് ഒരു വൃത്തത്തിന്റെ ഏരിയ പരപ്പളവ്. ഒരു വൃത്തത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം 6 ആണെങ്കിൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്താണ്? πr². ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ പാഠത്തുനിന്ന് ഒന്നും കിട്ടൂല. മാത്രമല്ല, അടുത്ത് വരുന്ന ഒരു പാടുണ്ട് വൃത്തഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സർക്കിൾ ആവുന്ന പാടുണ്ട്, അതൊന്നും ഒന്നും കിട്ടൂല. സോ എന്ത് ചെയ്യാ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പാടാണിത്. ഇത് പക്കെത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാം. ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്ക്. ചിത്രത്തിൽ AB വലിയ വൃത്തത്തിന്റെ വ്യാസമാണ്. അതൊന്നും വായിക്കൊന്നും വേണ്ട. അതാ ഈ ഒരു ചിത്രം കണ്ടല്ലോ. ഈ ചിത്രത്തില് വലിയൊരു സർക്കിൾ ഉണ്ട്, ഉള്ളിൽ ചെറിയൊരു സർക്കിൾ ഉണ്ട്. ഈ AB എന്ന് പറയുന്നത് എന്താണ്? വലിയ സർക്കിളിന്റെ, വലിയ വൃത്തത്തിന്റെ വ്യാസമാണ്. CD എന്ന് പറയുന്നത് എന്താണ്? ചെറിയ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. സോ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ DB 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ക്വസ്റ്റ്യൻ എന്താണ്? CD D ആണെങ്കിൽ ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ്? CD D എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെറിയ വൃത്തത്തിന്റെ വ്യാസമാണ്, അതായത് ഡയമീറ്റർ ആണ് D. അപ്പം ഈ ഒരു വൃത്തത്തിന്റെ ആരം എന്താവും? റേഡിയസ് എന്താവും? D/2 അല്ലെ? ചെറിയ വൃത്തത്തിന്റെ സ്മോൾ ചെറിയ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്താണ്? പറഞ്ഞു D ആണ്. അപ്പൊ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? D/2. അപ്പൊ അതിന്റെ വൃത്തത്തിന്റെ ചുറ്റളവ് എന്തേകാരം? എന്താണ് വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്? സർക്കുംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ? പഠിച്ചിട്ടുണ്ട് 2πr. സോ 2 ഉണ്ട്, π ഉണ്ട്. ആറിന് പകരം ഇവിടെ എന്താ? D/2 ആണ് നമ്മുടെ ആരം അല്ലെങ്കിൽ റേഡിയസ്. D/2. സോ 2 × π × D/2 എന്ന് പറഞ്ഞാൽ ഈ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോകാം. കാരണം 2/2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ π × D. ഇതാണ് എന്ത്? ആ വൃത്തത്തിന്റെ, ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കുംഫറൻസ്. നെക്സ്റ്റ് ബി പാർട്ട്. CD D ആണെങ്കിൽ വലിയ വൃത്തത്തിന്റെ, അതായത് ബിഗ് സർക്കിളിന്റെ വ്യാസം എന്ത്? ചുറ്റളവ് എന്ത്? ഡയമീറ്റർ എന്ത്? ചുറ്റളവ് എന്ത്? വലിയ വൃത്തത്തിന്റെ, വലിയ സർക്കിളിന്റെ ഡയമീറ്ററും ചുറ്റളവ് ആകണ്ടേ? ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ്. എന്താ ഡയമീറ്റർ? എന്താ? നമുക്കറിയാം ഈ ഒരു OD എന്ന് പറഞ്ഞ എന്താ? ചെറിയ വൃത്തത്തിന്റെ ആരാണ്, അതായത് D/2 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചേ. പിന്നെ ഈ DB എന്ന് പറയുന്നത് 1 ആണ്. സോ വലിയ വൃത്തത്തിന്റെ ആരം എന്തായിരിക്കും? D/2 + 1 അല്ലേ? അതായത് റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് D/2 + 1 ആണ്. എങ്ങനെ D/2 + 1 കൂട്ടുക? വൺ എന്ന് പറഞ്ഞാൽ 1/1 ആണ്. സോ D × 1 കൂട്ടുക ഫസ്റ്റ്. ഗുണിച്ച D × 1 എന്താ? D + 2 × 1 എന്നിട്ട് 2. താഴെ
രണ്ട് ഭാഗത്തും 2 × 1 ആണ്. 2 × 1 2 ആണ്. സോ d+2/2 ആണ് എന്ത് റേഡിയസ് അല്ലെങ്കിൽ r എന്ന് പറയുന്നത്. വ്യാസം എന്തായിരിക്കും ഇതിന്റെ ഡബിൾ 2 × 2 × d+2/2. ഈ 2 ഉം 2 ഉം കട്ട് ചെയ്യാൻ കാരണം 2/2 എന്താണ് 1 ആണ്. ഇറ്റ് ഈക്വൽ ടു d+2. ഡയമീറ്റർ എന്താണ് d+2. ഈ വൃത്തത്തിന്റെ ആരെന്ന് പറയുന്നത് d+2/2 ആണ്. എങ്കിൽ അതിന്റെ ചുറ്റളവ് എന്തായിക്കാരം 2πr ആണ്. സോ 2π × r എന്താ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് d+2/2. d+2/2. ഈ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി. സോ π × d+2. ലാർജ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ്ക്ക് 1 കൂട്ടിയതാണ്. ചെറിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് d/2 ആണ്. കാരണം എന്താ അതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ d ആണ്. സോ അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരും d/2 ആണ്. സോ വലിയ വൃത്തത്തിന്റെ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് d/2 + 1 ആണ്. ചെറിയ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് d ആണ് അല്ലെ ഡയമീറ്റർ. അപ്പൊ ഇതിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്താ അതിന്റെ പകുതി d/2 പ്ലസ് നോക്ക് വലിയ വൃത്തത്തിന്റെ ഈ ഓടിന്റെ അപ്പുറത്ത് db എന്ന സംഭവമല്ലേ അതും കൂടി കൂട്ടിയാൽ പോലെ വലിയ വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ്. അതായത് d/2 + 1. അതാണ് എന്റെ റേഡിയസ്. ആ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യാ ആ വൃത്തത്തിന്റെ സർക്കിളിന്റെ സർക്കുംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കാണാതെ ക്വസ്റ്റ്യൻ. അടുത്ത പാഠം റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യകൾ എന്ന പാഠമാണ്. ഞാൻ ഓരോ പ്രോബ്ലംസ് ആണ് ഇപ്പൊ ചെയ്തു പോകുന്നത്. ടൈം അതിക്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിക്രമിച്ചിട്ടില്ലെങ്കിൽ അതായത് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ലൈനിൽ അല്ലെങ്കിൽ സംഖ്യാരേഖയിൽ വരക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത് രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉണ്ടോ ഈ സംഖ്യാരേഖയിൽ വരക്കാൻ പറ്റുന്ന നമ്പർ ലൈനിൽ വരക്കാൻ അടയാളപ്പെടുത്താൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച റാഷണൽ നമ്പർ പഠിച്ച റാഷണൽ നമ്പർ പഠിച്ച ഇത് രണ്ടും കൂട്ടിയ നമ്പേഴ്സ് ആണ് എന്ത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച ഏകദേശം എല്ലാ നമ്പേഴ്സും എന്തിൽ പെടും റിയൽ നമ്പേഴ്സ് പെടും. അടുത്തതല്ലേ വേറെ കൺസെപ്റ്റ് ആണ് ആബ്സലൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. കേവല മൂല്യം. കേവല മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണത്തിന് മോഡ് x എന്ന് പറയാം. ഇതാണ് കേവല മൂല്യം എന്ന് പറയുന്നത്. അതായത് പൂജ്യത്തിൽ നിന്ന് സംഖ്യാരേഖയിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് എക്സിലോട്ടുള്ള അകലമാണെന്ത് ആബ്സലൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല മൂല്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സാധനത്തിന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതിസംഖ്യ ആയിരിക്കും. ഓക്കെ നെഗറ്റീവ് ഒരിക്കലും വരില്ല. സോ ഇവിടെ കണ്ടില്ലേ -5 മോഡ് -5 എന്ന് പറഞ്ഞാൽ എന്താ 5 ആണ്. അതായത് ഈ പൂജ്യത്തിലോട്ടുള്ള അകലം 1 2 3 4 5. ഓക്കെ അതാണ് മോഡ് -5 5 ആണ്. അതേപോലെ തന്നെ മോഡ് 5 എന്തായിരിക്കും 5 ആയിരിക്കും. അടുത്ത കൺസെപ്റ്റ് ഒരു സംഖ്യാരേഖയിൽ രണ്ട് നമ്പർ എയും ബിയും ആണ്. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്തായിരിക്കും മോഡ് a - b അല്ലെങ്കിൽ മോഡ് b - a എന്ന് എഴുതാം. എന്തുകൊണ്ട് മോഡ് a - b അല്ലെങ്കിൽ b - a എഴുതുന്നത്? കാരണം മോഡിന്റെ പുറത്തോട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോ എന്താണ് പോസിറ്റീവ് ആണ്. അതായത് മോഡ് 5 - 1 പറയുന്നത് എന്താ മോഡ് 4 അതായത് 4 ആണ്. ഈ മോഡ് 1 - 5 എന്ന് പറയുന്നത് എന്താ മോഡ് -4 ആണ്. അതെന്താണ് 4 ആണ്. ഓക്കെ ഓർത്ത് വെക്കുക രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം മോഡ് a - b. അടുത്തത് രണ്ട് പോയിന്റ് എക്സും വൈ ആണെങ്കിൽ അവയുടെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്തായിരിക്കും എക്സും വൈയും അതിന് നടുക്ക് വരുന്ന ബിന്ദു എന്തായിരിക്കും അതാണ് x + y/2. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് മോഡ് x - 1 < 2 ഇതാണ് നമ്മളെ കണ്ടീഷൻ. ഓക്കെ ഇങ്ങനെയാണെങ്കിൽ x എന്ത് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ x
ഹോൾ നമ്പേഴ്സിൽ, അതായത് പൂർണ്ണ സംഖ്യകളിൽ അതിന്റെ ഇന്റർവെല്ല് ഏത് നമ്പറുകളുടെ ഇടയിലായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാറിയോ? ഈ മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 2 നമുക്ക് ഈ മോഡ് മാറ്റി കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 ലെസ് ദാൻ 2 ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ 2 ഇട്ടിട്ടാണ് -2. അതായത് ഇപ്പൊ മോഡ് എക്സ് ആണെങ്കിൽ, മോഡ് എക്സ് ലെസ് ദാൻ 3 ആണെങ്കിൽ ഈ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 3യും ഇവിടെ ഒരു -3യും വരും. ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇപ്പൊ എന്ത് ചെയ്യാം? മനസ്സിലായി, എക്സ് മൈനസ് 1 പറഞ്ഞ സംഖ്യ -2ന്റെ ഇടയിലാണ്. ഓക്കെ, ഞാൻ സ്പീഡ് ഓർക്കാം. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് -2ന്റെ 2ന്റെ ഇടയിലാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 2 ആണെങ്കിൽ എക്സ് ഏത് ഇന്റർവെല്ലിലാണ്, ഏത് സംഖ്യകൾക്കിടയിലായിരിക്കും? പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താ? 0, 1, 2 ഇങ്ങനെ പോകുന്ന നമ്പർ, 0 കൂടി അതിൽ ഉണ്ട് എന്നുള്ളൂ. സോ നമുക്ക് ഇതിന് കിട്ടി -2 ലെസ് ദാൻ എക്സ് മൈനസ് 1 ലെസ് ദാൻ 2. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് നമുക്ക് കാണണ്ട. അപ്പൊ ഈ -1നെ ഈ ഇക്വേഷന്റെ ഇപ്പുറത്തും ആക്കുക. അതായത് -1 എന്താവും? +1 ആവും. സോ -2 +1 വരും. ലെസ് ദാൻ ഇവിടെ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, -1 പോയി. അതേപോലെ തന്നെ ആ 1 ഇങ്ങോട്ട് വരും, അതായത് 2 + 1. എന്താ -2 + 1 എന്ന് പറയണേ? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 + 1 എന്താ? 3. അതായത് എക്സ് -1ന്റെയും 3ന്റെയും ഇടയിലാണ്. ഹോൾ നമ്പേഴ്സ് എന്താ? 0, 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്ന് പറയണേ. ഈ ഇന്റർവെൽ എന്താ? -1 പെടോ? ഇല്ല. -1 പെടണമെങ്കിൽ എന്താവണം? ഇങ്ങനെ വരണം, അതായത് ഈക്വലും കൂടി വരണം. ഇവിടെ -1 പെടില്ല, -1നെക്കാട്ടിലും വലുത് എന്ന് അവിടെ അർത്ഥം. ഇവിടെ 0 തൊട്ടാവും തുടങ്ങുന്നത്, 3ന്റെ മുന്നേ അവസാനിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സംഖ്യകളാ വരിക? 0, 1, 2 ഈ സംഖ്യകള്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ആ ഇന്റർവെല് അല്ലെങ്കിൽ ഏത് നമ്പേഴ്സിന്റെ ഇടയിലാണെന്ന് വരുന്നത്. ഏതൊക്കെ സംഖ്യകളായിരിക്കും, ഏതൊക്കെ ഹോൾ നമ്പേഴ്സ് പൂർണ്ണസംഖ്യകളായിരിക്കും ഈ ഒരു ഇക്വേഷന് ശരിയാക്കുക എന്നുള്ള ഇതിന്റെ ഉത്തരവാണെന്ത്? 0, 1, 2 എന്ന് പറയും. അടുത്തത് നോക്കൂ, വേറൊരു ക്വസ്റ്റ്യന്. ഒരു നമ്പർ ലൈൻ ഉണ്ട്, -2 പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, 4 പറഞ്ഞ പോയിന്റ് ഉണ്ട്. സമഭുജ ത്രികോണം ഈ ഒരു നമ്പർ ലൈനിലാണ്. അതിന്റെ ഒരു വശം ആണെന്ത്? ഈ -2ഉം 4ഉം പറഞ്ഞ ഈ ഒരു അകലം എന്ന് പറയുന്നത്. ഓക്കെ, സമഭുജ ത്രികോണാണ്. ഇത് എ ആണെങ്കിൽ ഇത് എ ആണ്, ഇത് എ ആണ്. അപ്പൊ ഈ വശത്തിന്റെ നീളം എത്ര? ഈ ഒരു സൈഡ്, ഈ ത്രികോണത്തിന്റെ, ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് കണ്ടാ മതി? ഈ -2ന്റെയും 4 രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അവ കണ്ടാ മതി. വരച്ച് നോക്കി കണ്ടെത്താനും കഴിയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ പഠിക്കുന്ന എന്താ? ഇങ്ങനെയാണ്, ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്ക് ഫുള്ള് കിട്ടുക. പ്രശ്നമൊന്നുമില്ല, വരച്ച് നോക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ഉത്തരം ശരിയായാൽ മതി. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്താ? -2ഉം 4ഉം ആണ്. മോഡ് -2 -4 അല്ലേ? എക്സും വൈ ആണെങ്കിൽ എന്താ അതിന്റെ അകലം? മോഡ് എക്സ് -y ആണ്. സോ മോഡ് 2 - 4. അങ്ങനെ വന്നാൽ എന്താ ചെയ്യാ? -2 -4 വന്നാല് രണ്ടും കൂട്ടുക, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ -6. മോഡ് -6 എന്താണ്? 6 ആണ്. നെഗറ്റീവ് ആവില്ല, അകലാണ്. സോ അതായത് ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതായത് ആ സമഭുജ ത്രികോണത്തിന്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് 6 ആണ്. അടുത്തത് ഈ ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ സെന്ററിൽ വരുന്ന പോയിന്റ് എന്താന്ന് ചോദിക്കുന്നത്. അതായത് ഈ രണ്ട് പോയിന്റുകളുടെയും മിഡ് പോയിന്റ് ആണ് കാണേണ്ടത്. അതായത് -2ന്റെയും 4ന്റെയും മിഡ് പോയിന്റ് എന്താ? എക്സും വൈയും ആണെങ്കിൽ മിഡ് പോയിന്റ് x+y/2 ആ. അപ്പൊ ഇവിടെ എന്താ വരിക? -2 + 4/2. -2 + 4 എന്താ?
നെഗറ്റീവും പോസിറ്റീവും കൂട്ടുമ്പം വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടാം. സോ 4 2 കുറച്ച 2, വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പം ചെയ്യല്ലോ 2 തന്നെ. 2/2 എന്താ 1. അതായത് അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ 1 ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. മൂന്നാമത്തതോ ത്രികോണത്തിന്റെ ഉന്നതി എന്താണ്? ഉന്നതി എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ചോദിക്കുന്നത്. ഓക്കെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പാഠം, അതായത് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ എന്ന പാഠത്തിൽ പഠിച്ചിന്. എന്താ ഇത് ആണെങ്കിൽ ഇതെന്തായിരിക്കും √3/2 ആയിരിക്കും. ഇവിടെ എന്താണ് 6 ആണ്, അതുകൊണ്ട് എന്തായിരിക്കും √3/2 എക്ക് പകരം ഇവിടെ 6 ആയിരിക്കും. ഓക്കെ, ഈക്വൽ ടു 6/2 എന്താ 3. അപ്പം √3 × 3, അതായത് 3√3. അടുത്ത പാഠം എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആണ്, ബഹുപദങ്ങൾ. എന്താണ് പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ? ഈ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് മാർക്ക് എന്നല്ല, ഈ ഒരു പാഠത്തിന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ടാൽ ഉത്തരം എഴുതാൻ കഴിയും. എന്താണ് പോളിനോമിയൽ? ഒരു ടേം അല്ലെങ്കിൽ ഘടകം അല്ലെങ്കിൽ ഒരു പദം എന്താണെന്ന് ആദ്യം പറയാം. അതിലൊരു നമ്പർ ഉണ്ടാവും, അതിന്റെ ഒപ്പം എന്തുണ്ടാവും? ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു അക്ഷരം എക്സ് ഉണ്ടാവും. ഈ നമ്പർ എന്ത് നമ്പർ ആവാം? റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ ഏത് നമ്പർ ആവാം? 3 ആവാം, 2 ആവാം, 1 ആവാം, √3 ആവാം. ഓക്കെ, ഈ ലെറ്റർ പാർട്ടിന് ഘാതം വരാം, അതായത് പവർ വരാം. x² ആവാം, അല്ലെങ്കിൽ x³ ആവാം. പക്ഷെ എന്താവാൻ പറ്റൂല? പോളിനോമിയലിന്റെ കേസിൽ 1/2 ആവാൻ പറ്റൂല, പിന്നെ -1/2 ഇതാവാൻ പറ്റൂല, അല്ലെങ്കിൽ ഇവിടെ √x വരാൻ പറ്റൂല, അല്ലെങ്കിൽ 1/x വരാൻ പറ്റൂല. ഇങ്ങനെ പറ്റൂല. ഇങ്ങനെയൊക്കെ വന്ന എന്താണ്? അത് പോളിനോമിയൽ ആവില്ല കേട്ടോ. സോ ഇതാണ് ഒരു ടേം എന്ന് പറയുന്നത്. ഈ നമ്പറിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ്, ഗുണകം. ഈ ഒരു ലെറ്ററിനെ പറയുന്ന പേരാണ് വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറെ ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? പോളിനോമിയൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ടേം മാത്രമാണെങ്കിൽ അതിനെ മോണോമിയൽ അല്ലെങ്കിൽ ഏകപദം എന്ന് പറയും. 2 ഉണ്ടെങ്കിലോ അവിടെ 1 2 കണ്ടോ, 2 ഉണ്ടെങ്കിൽ ബൈനോമിയൽ അല്ലെങ്കിൽ ദ്വിപദം എന്ന് പറയും. 3 ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ അല്ലെങ്കിൽ ത്രിപദം എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് 4 ഉണ്ടെങ്കിൽ പോളിനോമിയൽ എന്ന് പറയും. പക്ഷെ സാധാരണയായിട്ട് 2 മുതൽ ഈ ഒരു ബൈനോമിയൽ മുതൽ നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയലുണ്ട്? കോമൺ ആയിട്ട് നമ്മൾ പോളിനോമിയൽ തന്നെ പറയല്. ഓക്കെ, ബഹുപദം, കുറെ പദങ്ങൾ. സോ എന്താണ് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി? കേട്ട് വെച്ചോളി, മറക്കരുത്. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി ഇത് ചോദിക്കലുണ്ട്. ഒരു പോളിനോമിയൽ എന്നിട്ട് അതിന്റെ കൃതി എന്താണ് അല്ലെങ്കിൽ ഡിഗ്രി എന്താണ് ചോദിക്കലുണ്ട്. ഇപ്പൊ ഒരു പോളിനോമിയല് ഘാതം ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ലെറ്ററിന്റെ മേലെ ഘാതം ഉണ്ട്, അല്ലെങ്കിൽ പവർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. x², x³ അങ്ങനൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു ഇക്വേഷനിൽ ഏറ്റവും വലിയ പവർ ഏതാണ്, ഏറ്റവും വലിയ കൃതിയാണ്, അതാണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി അല്ലെങ്കിൽ കൃതി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3x + 2 എന്താ? ഇവിടെ 1 ആണ്. സോ ഇവിടെ ഡിഗ്രി 1. അതിനെ ഒന്നാം കൃതി ബഹുപദം എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. ഇവിടെ നോക്ക്, ഇവിടെ 2 ഉണ്ട്, 1 ഉണ്ട്. എന്താ അവിടെ വലുത്? 2. അപ്പം ഡിഗ്രി 2. അതിന്റെ പേര് പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാം കൃതി ബഹുപദം എന്ന് പറയും. ഈ 3 ആണെങ്കിലോ 3. ഇങ്ങനെ കേട്ടോ, മറക്കരുത്. ചോദിക്കലുണ്ട് ചോദ്യം ഡിഗ്രി കാണാൻ. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? പോളിനോമിയൽസ് ഉണ്ടാവുക. p(x). ഈ x എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റർ എന്താണ്? x ആണ്. 8x² + 4x + 5 ഉണ്ടാവും. x ആണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? x വന്നത്. p എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ തുടക്കത്തിൽ നമ്മൾ p എന്ന് കൊടുക്കല്, പോളിനോമിയൽ എന്നുള്ള ലെറ്ററിൽ p. അതേപോലെ y ആണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് y വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്കുണ്ട് p(x). p(x) ആണ് പോളിനോമിയൽ ഉണ്ട്. 3x² - 2x + 1. ഈ ബഹുപദത്തിന്റെ കൃതി എന്താണ്? ഡിഗ്രി എന്താണെന്നാ ചോദിക്കുന്നത്. ഡിഗ്രി എന്താ? ഡിഗ്രി എന്താ? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് ഇട്ടാണ് നോക്കട്ടെ, കേൾക്കുന്നുണ്ടോന്ന്.
ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? കൃതി. യെസ്, ഗുഡ്. ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൃതി എന്താണ്? 2 കാരണം ഇവിടെ വലുത് 2. ഓക്കെ, താങ്ക് യു. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പി ഓഫ് 1 കാണാന്, പി ഓഫ് -1 കാണാന്, പി ഓഫ് 0 കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² - 2x + 1 ആണ് അല്ലെ? അപ്പൊ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. മറക്കരുത് കേട്ടോ, ഇത് എന്തായിട്ടും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരിക? 3 × 1² - 2 × 1 + 1. അപ്പൊ എന്താ കിട്ടുക? 3 × 1² എന്താ? 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 3 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 3. കുറക്കണം. 2 × 1 എന്താ? 2. കൂട്ടണം 1. 3 2 പോയാല് 1 ആണ്. 1 കൂട്ടണം 1. അപ്പൊ എത്ര കിട്ടിയ? 2 അല്ലേ? അത് പി ഓഫ് 1 എന്താ? 2. അതേപോലെ പി ഓഫ് -1 ഒക്കെ കണ്ടൂടെ? പി ഓഫ് -1 എന്താ? ഈ എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുക. 3 × -1² - 2 × -1 + 1. 3 × -1² എന്താ? -1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ 1 × 3 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 × -1 എന്താ? -2. അപ്പൊ ഇവിടെ -2. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അതിന് പുറമെയാണ് 2 × -1 അവിടെ ഒരു മൈനസ് കൂടി വന്നേ, +1. അപ്പൊ ഇതെന്താ വരിക? ഈ മൈനസ് അടുത്തടുത്ത് വന്നാൽ ഉറപ്പിച്ചോ അത് പ്ലസ് ആണ്. മൈനസ് വന്നാല് പ്ലസ്, പ്ലസും മൈനസും വന്നാല് മൈനസ്. ഈ പ്ലസും വന്നാലോ പ്ലസ് തന്നെ കേട്ടോ. അപ്പൊ 3 - -2 എന്ന് പറഞ്ഞാല് 3 + 2, അതായത് 5 + 1 6. ഓക്കെ അല്ലേ? അതേപോലെ ഇനി 0 കണ്ടൂടെ? പി ഓഫ് 0 കണ്ടൂടെ? കാണാം. അത് ഞാൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യാ? എക്സിന് പകരം 0 ഇട്ട് കൊടുക്കാം. ഇത് മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ പറയാനൊക്കെ ചിലർ പറയുന്നുണ്ട്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്തോ, അതില് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പി ഓഫ് 1 കാണാൻ എന്ത് ചെയ്താൽ മതി? ആ പി ഓഫ് എക്സിന്റെ ഇക്വേഷൻക്ക് എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് എന്ത് ചെയ്താൽ മതി? കൂട്ടുക, ഗുണിച്ച, ഓർക്കുക, അന്നുള്ളൂ. ഇനി നമുക്കൊരു ചോദ്യം അമ്മ അടുത്തുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x + 1 ആണ്. അതേപോലെ ക്യൂ ഓഫ് എക്സ് എന്താണ്? x - 1, വേറെ പോളിനോമിയൽ, വേറെ ബഹുപദം. മൂന്നാമത്തത് r ഓഫ് എക്സ് x + 2. 3 പോളിനോമിയൽ ഉണ്ട്, 3 ബഹുപദം. കഴിഞ്ഞത് മനസ്സിലാവാത്തവര് ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 3 ബഹുപദം ഉണ്ട്, പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ്, r ഓഫ് എക്സ്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞറിയോ? എസ് ഓഫ് എക്സ് കാണാനാ. എസ് ഓഫ് എക്സ് എന്താ? അതാണ് ചോദ്യം. എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് × ക്യൂ ഓഫ് എക്സ് × r ഓഫ് എക്സ് ആണ്. സൂക്ഷിച്ച് നോക്കണം കേട്ടോ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കോളി. ഇത് കാണാനാ പറഞ്ഞേ. ഇതെന്താ? ഇത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടരുത്. ആ 3 പോളിനോമിയൽ ഗുണിച്ചാനാ പറഞ്ഞേ. ആ 3 പോളിനോമിയൽ ഗുണിച്ചാൽ കിട്ടുന്ന സാധനമാണ് എന്ത്? എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെ? അത് പി ഓഫ് എക്സ് എന്താ? x + 1 ഗുണിക്കണം ക്യൂ ഓഫ് എക്സ് എന്താ? x - ഇൻറ്റു r ഓഫ് എക്സ് എന്താ? x + 2. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് a + b × a - b = a² - b² എന്ന് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ, നമുക്ക് സുഖമായി. വേണമെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ചെയ്തു തരാം. a + b × a - b എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ഇത് രണ്ട് ഗുണിച്ച, അപ്പൊ a × a അല്ലെ? പ്ലസ് ഈ എയും ബിയും, എയും ബിയും, അതായത് a × b പ്ലസ് ആട്ടോ. പ്ലസ് രണ്ടാമത്തത് ഈ ബിയും എയും, b × a പ്ലസ് ഈ ബിയും ബിയും, b × b. അങ്ങനെ ചെയ്യാൻ അറിയില്ലേ? ഇതെന്താണ്? a × a² പ്ലസ് a × b എന്ന് പറഞ്ഞാൽ എന്താ? -ab പ്ലസ് b × a എന്ന് പറഞ്ഞാൽ ab തന്നെ, പ്ലസ് b × b എന്ന് പറഞ്ഞാല് -b².
അതായത് ഇതിൽ നമുക്ക് മൈനസ് എ ബിയും പ്ലസ് എ ബിയും വെട്ടിപ്പോയി. അതായത് മൈനസ് എ ബി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? പൂജ്യമാണ്. മൈനസ് ഇതേപോലെ മൈനസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പൂജ്യം. ഓക്കെ, ഈ മൈനസ് 1 പ്ലസ് 1 എന്താ? 1 മൈനസ് 1 ഇത് തന്നെ തിരിച്ചിട്ടാ മതി. 1 മൈനസ് 1 പൂജ്യം. അപ്പൊ ഇതിന് എന്ത് കിട്ടി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് എഴുതുന്നതിന് പകരം ഇത് എക്സ്പാൻഡ് ചെയ്ത പോലെ അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ പണി കുറച്ച. ഇതെന്താ? 1 സ്ക്വയർ എന്താ? 1 തന്നെ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി ഇത് രണ്ടും ഗുണിച്ച ഫസ്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ചെയ്യേണ്ടത് അല്ലെ? ഇത് രണ്ടും. അപ്പൊ എക്സ് സ്ക്വയറിന്റെ എക്സ് എന്താ? എക്സ് ക്യൂബ് അല്ലെ? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. എങ്ങനെ കിട്ടിയേ? ഇവിടെ 2 ആണ് പവർ, ഇവിടെ 1 ആണ് പവർ. അപ്പൊ ഇത് രണ്ടും ഗുണിച്ചുമ്പോ മേലത്തെ 2 പവറും കൂട്ടിയാൽ മതി. 2 + 1 അതാണ് എന്ത് ഇവിടെ വരുന്ന 3 എന്ന് പറയുന്നത്. സോ എക്സ് ക്യൂബ് പിന്നെ എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറും ഈ 2ഉം. അപ്പൊ പ്ലസ് 2x സ്ക്വയർ. ഇനി മൈനസ് 1ഉം എക്സും. മൈനസ് എക്സ് മൈനസ് 1ഉം 2ഉം മൈനസ് 2 അല്ലെ? ഇതാണ് എന്ത്? എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? 8 മണിയായി. നമ്മൾ മാക്സിമം പോയത് 9 മണി. ഇത് തീർക്കണ്ടേ? അപ്പൊ നമുക്ക് എന്നിട്ട് എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടിയല്ലോ. എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? എസ് ഓഫ് എക്സ് ഇത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ എസ് ഓഫ് 1, എസ് ഓഫ് മൈനസ് 1, എസ് ഓഫ് മൈനസ് 2 ഇത് കണ്ടുപിടിച്ചാണ് പറയുന്നത്. എന്തൊക്കെ വേണ്ടേ? എസ് ഓഫ് 1, എസ് ഓഫ് മൈനസ് 1, എസ് ഓഫ് മൈനസ് 2. നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് രണ്ടാമത്തെ പാർട്ട് മനസ്സിലാവാത്തവര് നോക്കുക കേട്ടോ. സെയിം ആണ്. എസ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എസ് ഓഫ് 1 എന്താ? എക്സിന് പകരം 1 ഇട്ടെടുക്കുക. അപ്പൊ 1 ക്യൂബ് പ്ലസ് 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1 മൈനസ് 2. ശരിയല്ലേ? ഇതെന്താണ്? 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് കേട്ടോ. ഒന്നിന്റെ ഏത് പവർ എടുത്താലും 1 തന്നെയാണ്. 1/2000 എന്ന് പറഞ്ഞത് എന്താണ്? 1 തന്നെയാണ്. 1 പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ എന്താ? 2 ഇൻറ്റു 1 അതായത് 2 മൈനസ് 1 മൈനസ് 2. ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ നോക്കൂ, 1 കുറക്കണം 2 എന്നുണ്ട്. നോക്കൂ, 1 കുറക്കണം 2, സോറി 1 കുറക്കണം 1. അതായത് 1 കുറക്കണം എന്താ? 0. അതായത് നമുക്ക് ഇത് വെട്ടാം. അതേപോലെ 2 മൈനസ് 2 എന്താ? 0. അതായത് ഇതിന്റെ ഉത്തരം എന്താ? 0. ശരിയല്ലേ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഓക്കെ, അതേപോലെ എന്ത് ചെയ്താൽ മതി? എസ് ഓഫ് മൈനസ് 1 എങ്ങനെ കാണാം? ഈ എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുക. എസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്തേ കാര്യം? എക്സ് ക്യൂബിലെടുത്ത് -1/3 പ്ലസ് 2 ഇൻറ്റു -1ന്റെ സ്ക്വയർ മൈനസ് എക്സ്. അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് വരും കേട്ടോ. -1 -2 എന്താ വരിക? -1ന്റെ ക്യൂബ് എന്താ? -1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് -1 ആയിരിക്കും കേട്ടോ. -1ന്റെ പവർ ഇപ്പൊ 2, 4, 6, 8 അതായത് ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ 2, 4, 6, 8 ഒക്കെ ആണെങ്കിൽ 1 ആയിരിക്കും. -1/2ന്റെ പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പൊ 3, 5, 1 എന്നൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? -1 തന്നെ ആയിരിക്കും കേട്ടോ. ഗുണിച്ചാൽ മനസ്സിലാവും. -1/3 എന്താ? -1 ഇൻറ്റു -1 ഇൻറ്റു -1 അതായത് 1 ഇൻറ്റു -1 ലാസ്റ്റ് വരും -1. സോ -1 പ്ലസ് 2 ഇൻറ്റു -1 സ്ക്വയർ 2. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. പ്ലസ് 1 -2. -1 പ്ലസ് 1 വെട്ടാം, അതായത് 0 ആയി. 2 - 2 എന്താ? 0 ആയി. അതേപോലെ എന്ത് ചെയ്യാം? എസ് ഓഫ് -2 ചെയ്യാം. എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ
സൂക്ഷിക്കട്ടോ. ചിലപ്പോ ഞാൻ ചെയ്യുന്നോടൊന്നും തെറ്റുണ്ടാവും. നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യന്, ഞാൻ ഈ ക്വസ്റ്റ്യന് മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പാഠത്തിന്, കാരണം നിങ്ങൾക്ക് അത്രയും മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമുക്ക് പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഓക്കെ, ക്യൂ ഓഫ് എക്സ് എന്ത് തന്നിട്ടുണ്ട്? എ എക്സ് പ്ലസ് ബി തന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പി ഓഫ് 0 ഒന്നാണ് തന്നിന്, ക്യൂ ഓഫ് 0 ഒന്നാണ് തന്നിന്, പി ഓഫ് -1 ക്യൂ ഓഫ് -1 തുല്യമാണ്, ഈക്വൽ ആണ് തന്നിന്. ഓക്കെ അല്ലേ? അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ബിയും സിയും കാണാനാ പറഞ്ഞത്. ആ പി ഓഫ് എക്സിൽ കണ്ടോ എയും ബിയും സി ആണ്, അവിടെ നമ്പർ ഇല്ല, നമ്പറിന് പകരം എയും ബിയും സി ആണ്. അതേപോലെ തന്നെ ക്യൂ ഓഫ് എക്സിലും നമുക്കറിയാം, നമുക്ക് തന്ന സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യാം. നമുക്ക് എന്ത് തന്നെ പി ഓഫ് 0 എന്ന് പറയുന്നത് ഒന്നാണ് തന്നെ അല്ലെ? പി ഓഫ് 0 ഒന്നാന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് 0 എന്താ? ഈ പി ഓഫ് എക്സ്ക്ക് എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്? എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി അല്ലേ? അതെന്താ? എ ഇൻറ്റു 0 സ്ക്വയർ പറഞ്ഞാൽ 0 സ്ക്വയർ പറഞ്ഞാൽ 0, എ ഇൻറ്റു 0 പറഞ്ഞാൽ 0, ബി ഇൻറ്റു 0 പറഞ്ഞാൽ 0. അതായത് ഇവിടെ പ്ലസ് സി, ആ സി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. 0 പ്ലസ് 0 പ്ലസ് സി എന്ന് പറഞ്ഞാൽ സി. ഇതെന്താണ്? ഇത് നമ്മൾ ഇപ്പൊ ചെയ്തത് പി ഓഫ് 0 ആണ്. പി ഓഫ് എക്സിൽ എക്സിന് പകരം 0 ഇട്ട് കൊടുത്തു. ഇതെന്താണെന്ന് തന്നെ 1. അതായത് സി എന്താണ്? 1. സി നമ്മൾ കണ്ടുപിടിച്ചു 1. നമുക്ക് എന്താ കാണണ്ടേ? ബി ആ കാണണ്ടേ. ആയിക്കോട്ടെ, നമുക്ക് അടുത്ത സാധനം നോക്കാം. നമ്മളടുത്ത് ക്യൂ ഓഫ് 0 ഒന്നാന്ന് തന്നെ. എന്താ ക്യൂ ഓഫ് 0? ക്യൂ ഓഫ് എക്സിൽ എക്സിന് പകരം എന്ത് ചെയ്യാ? 0 ഇട്ട് കൊടുക്കുക. അപ്പം എ ഇൻറ്റു 0 പ്ലസ് ബി എന്ന് വരും. അതായത് എ ഇൻറ്റു 0 എന്താ? 0 പ്ലസ് ബി, അതായത് ബി. ക്യൂ ഓഫ് 0 ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ക്യൂ ഓഫ് 0 എന്താണെന്ന് പറഞ്ഞേ? 1. ഓക്കെ, അമാന പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. സിയും ബിയും എന്താണ്? 1 ആണ്. അടുത്ത് നോക്കൂ, ബി പാർട്ട്. എ എത്രയാണെന്നാ ചോദിക്കുന്നത്. എങ്ങനെ കാണാം? എങ്ങനെ കാണാം? ഞാൻ വായിക്കുന്നുണ്ട്. എ എത്രയാണെന്നാ ചോദിക്കുന്നത്. എ എത്രയാണ്? അടുത്ത കണ്ടീഷൻ നമുക്ക് തന്നു നോക്കൂ. പി ഓഫ് -1ഉം ക്യൂ ഓഫ് -1ഉം സെയിം ആണ്, ഈക്വൽ ആണ്, തുല്യമാണ്. എന്താ പി ഓഫ് -1 എന്ന് പറഞ്ഞാല്? പി ഓഫ് എക്സ്ക്ക് എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പൊ നോക്കുകയുള്ളൂ, പി ഓഫ് -1 എന്താ? എ ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് C1 അല്ലെ? ദിസ് ഈക്വൽ ടു ക്യൂ ഓഫ് -1 എന്താ? ക്യൂ ഓഫ് എക്സിൽ -1 ഇട്ട് കൊടുത്താല് എ ഇൻറ്റു -1 പ്ലസ് ബി. നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? സിയും ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? 1 ആണ്. അപ്പൊ ഇട്ടെടുത്തൂടെ? എ എന്താണോ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം -1 സ്ക്വയർ എന്താ? 1 തന്നെ. അപ്പൊ 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു -1 എന്ന് പറഞ്ഞാല് എന്താ? മൈനസ് ബി ആണ് അല്ലെ? മൈനസ് ബി ആണ് പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 എന്താ? മൈനസ് എ പ്ലസ് ബി. ഇതിൽ നമുക്ക് സിയും ബിയും നമുക്കറിയാം. അപ്പം എ മൈനസ് ബി 1 ആണ് പ്ലസ് സി എന്താ? അതും 1 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി എന്താ? 1 ആണ്. അപ്പൊ നോക്കൂ, -1 പ്ലസ് 1 എന്താ? 0 ആണ്. അപ്പം എ പ്ലസ് 0, അതായത് എ തന്നെ. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് എ പ്ലസ് 1. അപ്പം എ ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1 ആണ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാ? ഈ മൈനസിനെ പുറത്ത് കൊണ്ടുവരിക. അപ്പൊ എന്താ വരിക? എ മൈനസ് പ്ലസ് ആവും. അപ്പൊ എ പ്ലസ് എ ഇസ് ഈക്വൽ ടു പുറത്ത് ബാക്കിയുള്ളത് 1. അപ്പം എ പ്ലസ് എ എന്താ? 2a ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ എ എന്താ? ഈ 2നെ പുറത്ത് കൊണ്ടുപോവാ. ഗുണനുള്ള ഹരണാവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, 1/2. അപ്പൊ എയും കിട്ടിയില്ലേ? 1/2. മനസ്സിലായോ? രണ്ടാമത്തെ പാർട്ട് നമ്മൾ ചെയ്തു.
എങ്കിൽ മൂന്നാമത്തെ പാർട്ട് എന്താണ്? പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന പോളിനോമിയൽസ് എഴുതുക, ബഹുപദങ്ങൾ എഴുതുക എന്നാണ് മൂന്നാമത്തെ പാർട്ട്, സി പാർട്ട്. ഒന്നുമില്ല, നമുക്ക് എയും ബിയും കിട്ടി. ആ എയും ബിയും സിയും എന്ത് ചെയ്താൽ മതിയാ? പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് കൊടുത്താൽ മതി. എന്ത് കാര്യം? പി ഓഫ് എക്സ് എ എക്സ് സ്ക്വയർ എന്ന ഫസ്റ്റ്, അതായത് എ എന്ന് പറഞ്ഞാൽ 1/2 എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു എക്സ്, അതായത് എക്സ് പ്ലസ് സി. സി എന്താ? 1. അതേപോലെ ക്യൂ ഓഫ് എക്സ് എന്ത് കാര്യം? എ എക്സ് പ്ലസ് ബി ആ, അതായത് എ എന്താ? 1/2 1/2 എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1. ഇതൊക്കെ അല്ലേ? ആണെങ്കിൽ ഒരു തംസപ്പൊക്കെ തരൂ. പോളിനോമിയൽസ് കൃത്യമായിട്ട് പഠിച്ചില്ലേ? വാല്യൂ ഇടാനും ഇനിയിപ്പോ എയും ബിന്റെ ഈ ഒരു പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാനറിയാം. നമ്മുടെ അടുത്ത പാഠമാണ് വൃത്തഭാഗങ്ങൾ. വൃത്തം കൃത്യമായിട്ട് അറിയെങ്കിൽ വൃത്തഭാഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പാർട്സ് ഓഫ് സർക്കിൾ ട്ടോ. അല്ല, നമ്മൾ ഫസ്റ്റ് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. എന്താണ് ആർക്ക്? എന്താണ്? ഒരു വൃത്തം എടുത്തപ്പോ കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടോ, ഈ കറുത്ത ഭാഗം, ഞാൻ ഇപ്പൊ ചുവപ്പ് കൊണ്ട് വരക്കുന്ന ഈ ഭാഗം, ഇങ്ങനത്തെ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ആർക്ക് അല്ലെങ്കിൽ ചാപ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെ വേണമെങ്കിലും ആവാം, വൃത്തത്തിന്റെ മേലെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും ആവും. ഇത് ഞാൻ എന്ത് പറയുന്നത്? ചാപോ അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയണേ. സോ ഇങ്ങനെ വൃത്തത്തിന് ഒരു ആർക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് എസ് എന്ന് പറഞ്ഞ ഈ കറുപ്പ് സാധനം എന്താണ്? ഒരു ആർക്കാണ്, ചാപാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് എന്തായിട്ട് എന്തുണ്ടാവും? ഒരു സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണ്. ഇപ്പൊ ചാപ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടറ്റും വൃത്തത്തിന്റെ നടുക്കട കൂട്ടി മുട്ടിച്ചാലേ ഒരു ആംഗിൾ വരും, ഒരു കോണ്. ഓക്കെ, അതാണ് എന്ത്? അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. മാത്രല്ല നമ്മളെ വൃത്തത്തിന് എന്തുണ്ടാവും? റേഡിയസ് ഉണ്ടാവും, അതാണ് 6. സോ ഇങ്ങനെ ഒരു ആർക്കിന്റെ, ഒരു ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2πr × 3θ/360. അതെങ്ങനെ വരുന്നേ? ഈ ഇത്ര ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃത്തത്തിന്റെ ഫുള്ള് എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാ. അപ്പം 360 ഡിഗ്രിന്റെ ഈ തീറ്റ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 360ന്റെ തീറ്റ ഡിഗ്രി ഭാഗം θ/360 അല്ലേ? അത്രയും ഭാഗം. അപ്പൊ ഈ വൃത്തത്തിന്റെ ഫുള്ള് ചുറ്റളവെടുത്ത് നോക്കൂ, ഈ ഫുള്ള് വൃത്തം. അപ്പൊ ഈ ഒരു ചാപ് മാത്രം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? ഈ വൃത്തത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം, അതായത് നമുക്കറിയാം വൃത്തത്തിന്റെ ഫുള്ള് ചുറ്റളവിന്റെ ഈ ഒരു ഭാഗം മാത്രല്ലേ? ഈ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം θ/360 ആണ്. ഈ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഈ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr. അതാണ് നമ്മളെ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, ഇൻറ്റു θ/360. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഒരു ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം 2πr × θ/360 എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ് ആണ് എന്ത്? ഒരു സെക്ടറിന്റെ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതായത് ഇതിന്റെ ഉള്ളിലത്തെ ഈ മൊത്തം വരും, അതിന്റെ അളവാണ് നോക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഈ സെക്ടറിന് അല്ലെങ്കിൽ വൃത്തഭാഗത്തിന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്, തീറ്റ, കേന്ദ്രകോണ്, പിന്നെ ഒരു ആറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും? വലിയ വൃത്തത്തിന്റെ അത്രയും ഭാഗം, അതായത് വലിയ വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr². അതിന്റെ എത്ര ഭാഗം? θ/360 ഭാഗം. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? πr² × θ/360. ഇക്വേഷൻ നമുക്ക് കാണാൻ പഠിച്ചതിന്റെ ഒരു കാര്യമില്ല. വൃത്തത്തിന്റെ സാധനങ്ങൾ പഠിച്ചാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. സോ നോക്ക്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, നിങ്ങൾ മനസ്സിൽ വെച്ചാൽ അതൊക്കെ സിമ്പിളാണ്. നോക്കിക്കൊള്ളിട്ടോ. നമ്മളടുത്ത് ഒരു ബാങ്കിൾ ഉണ്ട്, വള. ഇത് വട്ടാണ് കേട്ടോ, കൈകൊണ്ട് വരക്കുന്നതുകൊണ്ട് കറക്റ്റ് വരില്ല. ബാങ്കിൾ, വള. ഇതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആര് എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററാ. ഓക്കെ, റേഡിയസ് അല്ലെങ്കിൽ ആരം 4 സെന്റിമീറ്റർ. ഇനി എന്താ ചെയ്യുന്ന വെച്ചാല്, ഈ ഒരു ബാങ്കിളിന് ആ ബാങ്കിളിന്റെ ആ വളന്റെ 3/4 ഭാഗം മുറിച്ചെടുത്തു. ഓക്കെ, ഈ വൃത്തത്തിന്റെ 3/4 എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തം വിചാരിച്ചു. 3/4 എന്ന് പറഞ്ഞാൽ വൃത്തം × 3/4 അല്ലെ?
അതായത് ഇതിന്റെ ഒരു ഇത്ര ഭാഗം 3/4 എന്ന് പറഞ്ഞാൽ എന്താ, വൃത്തത്തിന് 4 ഭാഗമാക്കിയിട്ട് 3 ഭാഗം എടുക്കുക എന്നാണ്. ഞാൻ അപ്പൊ ജസ്റ്റ് ഒരു വര എടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം എടുത്തു എന്ന് വിചാരിച്ചാൽ എന്താണ്, ഈ ഒരു ആർക്ക് അല്ലെ, ഈ ഒരു ആർക്ക്, ഈ ആർക്കിന്റെ നീളം നമുക്ക് കിട്ടണ്ടേ ഫസ്റ്റ്. അതായത് 3/4 ഭാഗം ഈ വൃത്തത്തിന്റെ. അപ്പൊ ഈ തീറ്റ എന്തായിരിക്കും, നമുക്കറിയാം 360 ഡിഗ്രിയാണ് ടോട്ടൽ ഒരു വൃത്തത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞാല് 360ന്റെ 3/4 ഭാഗം അല്ലെ. അപ്പൊ ആംഗിൾ എത്ര വരിക, കേന്ദ്രകോണം നമ്മൾ കണ്ടുപിടിച്ചു പാർട്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് പീസ്? 360 × 3/4 എന്ന് പറഞ്ഞാല് കാൽക്കുലേറ്റ് ചെയ്താൽ 270 കിട്ടും. അതായത് ഈ ആംഗിൾ 270 ഓക്കെ. ഈ ഒരു മുറിച്ചെടുത്ത് ഈ പാർട്ട് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വേറൊരു ബാംഗിൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്, വേറൊരു വള, അതായത് വേറൊരു വൃത്തം. ഓക്കെ, ഈ ഒരു സാധനം കൊണ്ട് വേറൊരു വൃത്തം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ആർക്ക് ലെങ്ത് ആയിരിക്കും എന്ത്, ഈ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഒരു പെരിമീറ്റർ വൃത്തത്തിന്റെ സർക്കുംഫറൻസ് അല്ലെ, മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പൊ ഈ മുറിച്ചെടുത്ത ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ വൃത്തം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു ഭാഗത്തിന്റെ നീളമായിരിക്കും ഈ ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കുംഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം ഇതിന്റെ എന്ത് ചെയ്യണം, ഈ ഒരു ചാപത്തിന്റെ ആർക്കിന് നീളം കാണാം. അപ്പൊ നമുക്കറിയാം സെൻട്രൽ ആംഗിൾ 270 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2πr × 270/360 അല്ലേ. ഇവിടെ ആരം എന്താ 4, അപ്പൊ 2π × 4 × 270/360. 0 കട്ട് ചെയ്യാ. ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക, സോൾവ് ചെയ്യാൻ ആർക്കും അറിയില്ലേ. സോൾവ് ചെയ്താല്, അതായത് ഗുണിച്ച ഹരിച്ചതൊക്കെ ചെയ്താല് ലാസ്റ്റ് കിട്ടുക 6π നാട്ട. ഓക്കെ, 6π. നമ്മൾ ആദ്യത്തെ പാർട്ടിന്റെ ഉത്തരം കണ്ടുപിടിച്ചു. എന്താണ് സെൻട്രൽ ആംഗിൾ ഓഫ് ഈ പീസിന്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണം എന്താണ്, 270 രണ്ടാമത്തത് ഈ ഒരു വൃത്തത്തിന്റെ, ഈ ചെറിയ വൃത്തം നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ റേഡിയസ് നമുക്ക് കാണണ്ടേ, റേഡിയസ്. ഇപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയേ, ഈ ഒരു വൃത്തത്തിന്റെ ചുറ്റളവാ കിട്ടിയേ അല്ലെ. ഈ ആർക്കിന്റെ നീളം എന്ന് പറയുന്നത് ഈ വൃത്തത്തിന് ചുറ്റളവാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സർക്കുംഫറൻസ് ആണ്. അത് 6π ആണ്, അതായത് 2πr എന്ന് പറയുന്നത് 6π ആണ്. അപ്പം ഈ ഒരു വൃത്തത്തിന്റെ റേഡിയസ് എന്ത് ചെയ്യാരം, രണ്ട് ഇക്വേഷനിൽ അപ്പുറത്തും സെയിം നമുക്ക് കട്ട് ചെയ്തു, പയ്യും കട്ട് ചെയ്തു. അപ്പം എന്താ കിട്ടിയേ, 2r = r. അതായത് ആ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 6 ആണ്. നിങ്ങൾക്ക് r എന്തായിരിക്കും, 6/2, അതായത് 3. ആ വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, 3. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ആ വളയുന്ന ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു, 3/4 ഭാഗം കട്ട് ചെയ്തു. ഇനി ബാക്കി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, മുറിച്ചിട്ട് ബാക്കി വന്ന ഭാഗം, ആ ഭാഗം കൊണ്ട് നമ്മളൊരു റിങ് ഉണ്ടാക്കിയാൽ, ഒരു വട്ടം ഉണ്ടാക്കിയാൽ, സർക്കിൾ ഉണ്ടാക്കിയാൽ അതിന്റെ റേഡിയസ് എന്താവും, അതാണ് നോക്കേണ്ടത്. അതായത് ഈ ഒരു വൃത്തത്തിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ടോട്ടൽ വൃത്തത്തിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്ത സാധനം ഒഴിവാക്കുന്നതല്ലേ. അതെ, ടോട്ടൽ സാധനം എന്ന് പറഞ്ഞാൽ 2πr, റേഡിയസ് എന്താണ് 4, അപ്പൊ 2π × 4. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ 3/4 ഭാഗത്തിന്റെ ആ ഒരു നീളം ഒഴിവാക്കുന്നത്. എന്താ നമുക്ക് നീളം കിട്ടിയേ, 6π കിട്ടിയേ നേരത്തെ ക്വസ്റ്റ്യനില്, 6π. സോ അതെന്താ 2π × 4 എന്ന് പറഞ്ഞാല് 8π ആണ്. 8π - 6π എന്ന് പറഞ്ഞാൽ എന്താ
2 പൈ. ഇതാണ് ബാക്കി വരുന്ന വൃത്തത്തിന്റെ ഈ ഒരു നീളം എന്ന് പറയുന്നത്. ഓക്കെ, 2 പൈ. അതിനോടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വേറൊരു റിങ് ഉണ്ടാക്കുന്നത്. അതായത് വേറൊരു റിങ് ഉണ്ടാക്കുന്നത്. അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ആയിരിക്കും എന്ത്, ഈ ഒരു നീളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ആർ. ഇതാണ് എന്ത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ബാക്കി ഭാഗം വരുന്നതിന്റെ നീളം എന്ന് പറയുന്നത് 2 പൈ. ഇത് 2 പൈയും 2 പൈയും നമുക്ക് കട്ട് ചെയ്ത് പോവാം ഇല്ലേ, ഇപ്പുറത്ത് രണ്ട് സെയിം ആയത്. അതായത് ആർ ഈക്വൽ ടു, ഇപ്പുറത്ത് എന്താ ഉള്ളത്, ഒന്നുമില്ലാന്ന് വിചാരിക്കേണ്ട, അവിടെ ഒന്നുണ്ട് കേട്ടോ. ആർ ഈക്വൽ ടു 1. അതായത് ആ വൃത്തത്തിന്റെ ആരം എന്തായിരിക്കും, റേഡിയസ് എന്തായിരിക്കും, 1. മനസ്സിലായോ? അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇവിടെ ഒരു വൃത്തം ഉണ്ട്, അതിനെ തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഈക്വലി എത്ര ഭാഗമാക്കിയിട്ടുണ്ട്, 8 ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വൃത്തത്തിന്റെ ഒരു സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് 10 ആണ്, 10 സെന്റിമീറ്റർ. ഓക്കെ, ആ ഒരു വൃത്തത്തിന് നമ്മൾ 8 ഭാഗമാക്കിയിട്ടുണ്ട്, ഈക്വലി തുല്യമായിട്ട് നമ്മൾ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പൊ ഓരോ ഭാഗത്തിന്റെയും കേന്ദ്രകോണം എത്രയായിരിക്കും, ആ ഓരോ പാർട്ടിന്റെയും സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും നമുക്കറിയാം. അതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു വൃത്തം ഫുള്ളായിട്ട് 360 ഡിഗ്രിയാണ്. അപ്പൊ അതിന് 8 ഭാഗമാക്കാന്ന് പറഞ്ഞാൽ എന്താ, 360/8 അല്ലെ. 360/8 എന്താ, 360നെ 8 കൊണ്ട് ഹരിച്ചാല് 45 എന്നാ കിട്ടുക. അതായത് ഓരോ പാർട്ടിന്റെയും ആ ഒരു കോൺ എന്ന് പറയുന്നത് എന്താണ്, 45 ആണ്. ഒന്നാമത്തെ ഭാഗം റെഡി അല്ലേ. ഇനി രണ്ടാമത്തെ ഭാഗം, കേന്ദ്രകോണം അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി, 45. അപ്പം അതിൽ വരുന്ന ഒരു വൃത്താംശം, അതായത് നമ്മൾ 8 ഭാഗമാക്കിയാണ്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്താല് ആ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്തായിരിക്കും എന്നാ ചോദിക്കുന്നത്. ഓക്കെ, ഒരു സെക്ടറിന്റെ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ് എന്താ, ഏരിയ ഓഫ് എ സെക്ടർ അല്ലെങ്കിൽ ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ്. ഒരു വൃത്തത്തിന്റെ പരപ്പളവിന്റെ θ/360. ഓക്കെ, ഇവിടെ റേഡിയസ് എന്താ, 10 ആണ്. അപ്പം π × 10² θ ഇവിടെ എന്താ, 45 ആണ്. 45/360. ഓക്കെ, അപ്പം എത്ര കിട്ടാ, π × 100, അതായത് 100 π. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 π × 45/360 എന്താ, 45/360 4/8 തരും. ഓക്കെ, അതായത് 100 π / 4/8 എന്താ, 2 ആണ്. താഴെ 2 വരും കേട്ടോ, 4 മേലെ പോവും, താഴെ 2 വരും. അപ്പൊ 100 π/2, അതായത് 100 ഹരിക്കണം 2 50 ആണ്. 50 π സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അല്ലേ, അതായത് ചതുരശ്ര സെന്റിമീറ്റർ. ഇതൊക്കെയാണോ? മൂന്നാമത്തെ പാർട്ട് സി ആണ്. അതായത് അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാ പറഞ്ഞത്. അതിൽ നമുക്ക് 8 ഭാഗമുണ്ട്, 8 പാർട്ട് ഉണ്ട്. അതിൽ 4 ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നിന്റെ ഏരിയ നമുക്കറിയാം, പരപ്പളവ് അറിയാം, 50 π ആണ്. സോ അങ്ങനെ 4എണ്ണത്തിന്റെ ഏരിയ എന്തേകാരം, 50 π × 4 അല്ലെ. അപ്പൊ 4 × 50 എന്താ, 4 × 50, 5 × 4 20, 200 π. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ കവർ ചെയ്തിട്ടുള്ളത് 6 പാഠത്തിന്റെയും ഓരോ ക്വസ്റ്റ്യൻ ചെയ്തത്. നമുക്കിപ്പോ ടൈം 8:30 ഇനി ഓരോ പാഠത്തുനിന്നും ഓരോ ക്വസ്റ്റ്യനും കൂടി ചെയ്യണം. റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകളുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും പഠിക്കണം കേട്ടോ. എന്നൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ഒരു വൃത്തമുണ്ട്. ഫിഗർ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. വലിയ വൃത്തമുണ്ട്. ആ വലിയ വൃത്തം, ആ ഒരു വലിയ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം
വ്യാസമാക്കിക്കൊണ്ട് ഡയമീറ്റർ ആക്കിക്കൊണ്ട് രണ്ട് അർദ്ധവൃത്തങ്ങൾ സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് എന്തുണ്ട് ഫിഗറിലുണ്ട്. സോ ചോദ്യം എന്താണ്? ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ വലിയ സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 4 സെന്റിമീറ്റർ ആണ്. അതായത് ഇതാ ഈ ഒരു പോർഷൻ 4 കാണുന്നുണ്ടാവും. കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് സൂം ചെയ്യാട്ടോ. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ. സോ വലിയ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ 4 തന്നിട്ടുണ്ട്. മാത്രല്ല ഈ O എന്ന് പറഞ്ഞ പോയിന്റ് അതെന്താണ്? വൃത്തത്തിന്റെ സെന്റർ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഹാഫ് സർക്കിൾ ഇല്ലേ, അർദ്ധവൃത്തം, അതിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് കാണണ്ടേ. ഇത് 4 നോക്ക്, ഇത്രയും ഭാഗം എന്തേക്കാരം, അതായത് ആ വലിയ വൃത്തത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം 4 ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 4/2 2 യെസ്. അതായത് ഈ ഒരു ഭാഗം 2. ഇപ്പൊ എന്ത് കിട്ടി? ആ ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ ഹാഫ് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ചെറിയ വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം അതാണ് 2. അപ്പൊ അതിന്റെ ആരം എന്തേകാരം? റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. അതായത് ആരം വ്യാസത്തിന്റെ പകുതിയാണ്. അപ്പൊ 2/2 എന്താ? 1. അപ്പൊ എന്ത് കിട്ടി? ഈ ഒരു വൃത്തത്തിന്റെ പകുതി എന്ന് പറയുന്നത് ആരം 1. അതാണ് എന്ത്? റേഡിയസ്. എ പാർട്ടിന്റെ ഉത്തരം 1. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ആ കളർ ചെയ്ത ഭാഗമല്ലേ, ആ 2 ഹാഫ് സർക്കിൾ അർദ്ധവൃത്തം, ആ 2 അർദ്ധവൃത്തത്തിന്റെയും, അതായത് നിറം കൊടുത്ത ഭാഗം എന്നാ പറഞ്ഞത്, ഷെയ്ഡഡ് റീജിയൻ, അതിന്റെ പരപ്പളവ് കാണാനാ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ഹാഫ് സർക്കിൾ ആണ്, വിത്ത് റേഡിയസ് സെയിം റേഡിയസ് ആണ്, സെയിം ആരാണ്, 1 സെന്റിമീറ്റർ ഉള്ള. അപ്പം 2 ഹാഫ് സർക്കിള്, 1 റേഡിയസ് ഉള്ള 2 ഹാഫ് സർക്കിള്, അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? 1 റേഡിയസ് ഉള്ള ഒരു ഫുള്ള് വൃത്തത്തിന്റെ, ഒരു ഫുള്ള് സർക്കിളിന്റെ പരപ്പളവിന് തുല്യല്ലേ? ആണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താണ്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 ആരമുള്ള അല്ലെങ്കിൽ 1 റേഡിയസ് ഉള്ള വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടാൽ മതി. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്? ഒരു വൃത്തത്തിന്റെ πr². മറക്കരുത് കേട്ടോ. വൃത്തത്തിന്റെ ഏരിയയും അതായത് പരപ്പളവിന്റെ ചുറ്റളവിന്റെ ഒന്നും ഇക്വേഷൻ മറന്നു പോയത്, ഓർത്ത് വെക്കണം. അപ്പൊ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്? πr². ഇവിടെ റേഡിയസ് എന്താണ്? 1. അപ്പൊ π × 1² എന്താണ്? π × 1 π തന്നെ. സോ എന്ത് കിട്ടി? ബി പാർട്ടിന്റെ ഉത്തരം π എന്തായിരിക്കും? π സെന്റിമീറ്റർ² അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. ചുറ്റളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ തന്നെയായിരിക്കും കേട്ടോ. അതായത് പിന്നെ നിറം കൊടുക്കാത്ത ഭാഗത്തിന്റെ പരപ്പളവ് അതെന്തായിരിക്കും? നിറം കൊടുക്കാത്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ വലിയ വൃത്തത്തിന്റെ പരപ്പളവിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഷെയ്ഡഡ് റീജിയൻ ഒഴിവാക്കിയാല് നിറം കൊടുക്കാത്ത ഭാഗം കിട്ടോ ഇല്ലേ? കിട്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറയാൻ. വലിയ വൃത്തത്തിന്റെ പരപ്പളവിൽ നിന്ന് ആ ഷെയ്ഡഡ് റീജിയന്റെ പരപ്പളവ് കുറച്ചാൽ ഷെയ്ഡ് ചെയ്യാത്ത റീജിയന്റെ സ്ഥലത്തിന്റെ പരപ്പളവ് കിട്ടൂലേ? കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എന്താ? ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് πr² അല്ലെ? ആ വലിയ വൃത്തത്തിന്റെ ആരം എന്താ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന് 2. അപ്പം π × 2² 4π.
ഓക്കെ, 4 പൈ ആണ് വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി ആ ഷെയ്ഡഡ് റീജിയന്റെ പരപ്പളവ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ത്? പൈ, വെറും പൈ. അപ്പൊ 4 പൈ മൈനസ് പൈ ആണ് എന്ത്? ഷെയ്ഡ് ചെയ്യാത്ത റീജിയന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. 4 പൈ കുറക്കണം പൈ എന്താ? 3 പൈ. അപ്പൊ മൂന്നാമത്തെ പാർട്ടിന്റെ ഭാഗത്തിന്റെ ആൻസറും കിട്ടി. ഇത് മനസ്സിലായില്ലേ? ഈ വൃത്തത്തിന്റെ കേസിൽ നിങ്ങൾ എന്തായിട്ടും പരപ്പളവിന്റെയും ചുറ്റളവിന്റെയും അതായത് ഏരിയന്റെയും സർക്കംഫറൻസിന്റെയും ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്, അതായത് പരപ്പളവ്. 6 റേഡിയസ് ആണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ആർ ആണ്. ഇതാണ്. ഇനിയിപ്പോ ഇത് വൃത്താംശമാണെങ്കിൽ എന്താ വെച്ചാ ഇതില്ലേ ചാപത്തിന്റെ നീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്, അതെന്താണ് ഈ ചുറ്റളവായിട്ടാണ് വരുന്നത്. വൃത്തത്തിന് ചുറ്റളവായിട്ട്. അതായത് 2 പൈ ആർ ഇൻറ്റു തീറ്റ ഭാഗം 360 തീറ്റ ഭാഗം. ഇതാണ് എന്ത്? ആർക്ക് ലെങ്ത് എന്ന് വരുന്നത്. അതായത് ഈ ചുറ്റളവിന്റെ ഇത്രയും ഭാഗം. ഓക്കെ, അത് മനസ്സിലായില്ലേ? നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ഇതിനാ പറയുന്നത്. 2 പൈ ആർ ഇൻറ്റു തീറ്റ ബൈ 360. അതേപോലെ വൃത്താംശത്തിന്റെ ഇങ്ങനെ ഒരു വൃത്താംശത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു വൃത്തത്തിന്റെ ഏരിയന്റെ തീറ്റ ബൈ 360 ഭാഗം കേട്ടോ. പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. ഇതെന്തായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യും? ഇതിന് വെച്ചപ്പോ നമുക്ക് എന്താണ് ലെങ്ത് തരുന്നുണ്ട് 6 കാണാൻ പറയും. അപ്പൊ 6 തരുന്നിട്ട് ഏരിയ കാണാൻ പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അപ്പൊ നോക്കൂ, എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് അല്ലെ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. ചിലപ്പോ നമുക്ക് ഏരിയ തരും, സോറി 6 തരും, റേഡിയസ് തരും, അല്ലെങ്കിൽ വ്യാസൊക്കെ തരും. എന്നിട്ട് ഏരിയ കാണാൻ പറയും. അപ്പൊ എന്ത് ചെയ്താൽ ഡയറക്റ്റ് ഇത് കൊടുത്താൽ മതി. അപ്പൊ ഇനി 6 ഏരിയ തന്നിട്ട് 6 തന്നാലോ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റാൻ അറിയാം. എന്ത് ചെയ്യാ? ഈ 6 ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, പൈ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും? എ ബൈ പൈ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ആർ സ്ക്വയർ എ ബൈ പൈ ആണ്. അപ്പൊ ആർ എന്താവും? റൂട്ട് ഓഫ് എ ബൈ പൈ. ഇതിപ്പോ ഞാൻ ഏരിയ ഇങ്ങനെ വാല്യൂ നേരിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്. അപ്പൊ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിയണം. ഓക്കെ, എങ്ങനെ വന്നാലും എന്ത് വലിയ പ്രോബ്ലം ആയിക്കോട്ടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് മനസ്സ് തുറന്നിട്ട് ചെയ്താൽ മതി, കിട്ടും. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ ബാക്കിയുള്ള സിമിലർ ട്രയാങ്കിൾസിലെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഫിഗർ കാണുന്നുണ്ട്, 2 ത്രികോണം ഉണ്ട്. ത്രികോണം എ ബി സി ഫസ്റ്റത്തത്, രണ്ടാമത്തേത് ത്രികോണം പി ക്യു ആർ. ഈ 2 ത്രികോണങ്ങളും ട്രയാങ്കിൾസും സിമിലർ ആണ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങളാണെന്ന് തന്നിട്ടുണ്ട്. എ ബി എന്താണ്? 10 ആണ്. ഓക്കെ, എ ബി 10 ആണ്. അതേപോലെ പി ക്യു 20 ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്? ഇത് എ ബി സിന്റെ ഇരട്ടിയാണ് എന്ത്? പി ക്യു ആർ എന്ന് പറയുന്നത് അല്ലെ? 10, പിന്നെ മറ്റേത് 20 ആണ്. സിമിലർ എന്ന് പറഞ്ഞാല് അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? ഒരേ തോതിലായിരിക്കും, ഒന്നില്ലെങ്കിൽ കൂടുക അല്ലെങ്കിൽ കുറയാം. ഇപ്പൊ എ ബി സിന്റെ ഡബിൾ ആണെന്ത്? പി ക്യു ആർ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. നമുക്ക് എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി. അടുത്ത നമുക്ക് ഇത് തന്നിട്ടുള്ളത് കോൺ ബി ഈക്വൽ ടു കോൺ ക്യു ആ. അതായത് ഈ കോണും തുല്യാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? AD 8 ആണെങ്കിൽ, ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, AD 8 ആണെങ്കിൽ പി എസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ 2 ത്രികോണം എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എന്തൊക്കെ എഴുതാം? ആ റേഷ്യോ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള വശങ്ങളുടെ, അത് വെച്ചിട്ട് ചെയ്യുന്നത്. അതായത് ത്രികോണം
എ ബി സിയും ത്രികോണം പി ക്യു ആറും സിമിലർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ വശങ്ങൾ എ ബി, ഒന്നാമത്തെ എ ബി ആണ്. ഓക്കെ, ഞാൻ സ്പീഡ് വെക്കാം. രണ്ട് ത്രികോണങ്ങളും സിമിലർ അല്ലെങ്കിൽ സദൃശ ത്രികോണമാണ്. നമുക്ക് അതിന്റെ അറിയാം, അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? ഒരേ തോതിലായിരിക്കും, ഒരു റേഷ്യോയിലായിരിക്കും, ഒരു റേറ്റിലായിരിക്കും കൂടുക. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ട്രയാങ്കിൾ എടുത്തു, എ ബി സി, ത്രികോണം എ ബി സി. അപ്പൊ നമ്മളതിലൊരു സൈഡ് എടുക്കുകയാണ് എ ബി. നമുക്കറിയാവുന്ന ഒരു സൈഡാണ് എ ബി. ഓക്കെ, ഇതിപ്പോ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് രണ്ടും ഒരേ സെയിം പൊസിഷനിലാണ് വെച്ച്, നമ്മൾ തിരിച്ചു വെച്ചിട്ടൊന്നുമില്ല. അപ്പം എ ബിക്ക് തുല്യമായിട്ടുള്ള, അതായത് തുല്യമല്ല, സിമിലർ ആയിട്ടുള്ള, അതായത് സാദൃശ്യമുള്ള സൈഡ് ഏതപ്പുറത്ത്? പി ക്യു ആണ്. അതായത് 10ന്റെ ഇരട്ടിയാണ് 20. സോ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ബൈ പി ക്യു, സിമിലർ സൈഡുകൾ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പുറത്ത് വേറെ സിമിലർ ആയിട്ട് വരുന്ന ഏതാണ്? എ ഡിയും പി എസും. ഓക്കെ, ഫസ്റ്റില് എ ഡിയും പി എസും. ഇതെങ്ങനെ വന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തേല് ത്രികോണം എ ബി സിയില് ആ ത്രികോണം എ ബി ഡി മാത്രം ഒന്ന് കൺസിഡർ ചെയ്യും. ഇപ്പുറത്ത് പി ക്യു എസ് മാത്രം, ഈ ഒരു ത്രികോണം മാത്രം, അതേപോലെ ഈ ഒരു ത്രികോണം മാത്രം കൺസിഡർ ചെയ്താല് നോക്കിക്കൊള്ളട്ടോ, ഈ രണ്ട് കോണും തുല്യം പറഞ്ഞിന്. പിന്നെ അതായത് കോൺ ബിയും കോൺ ക്യൂവും. ഈ കോൺ ഡി, ഇവിടുത്തെ കോൺ ഡി 90 ഡിഗ്രിയാണ്, ഇവിടുത്തെ കോൺ എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കോണ് ഈക്വൽ ആയി. അതേപോലെ എന്തായി? അപ്പം ഓട്ടോമാറ്റിക്കലി എന്തായി? മൂന്നാമത്തെ കോണും ഈക്വൽ ആയി. അത് മനസ്സിലായോ? അത് നമ്മൾ ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും സിമിലർ ആണെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം? ത്രികോണം എ ബി ഡിയും ത്രികോണം പി ക്യു എസും സിമിലർ ആണ്, അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞൂടെ? അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അവയുടെ സെയിം ആംഗിൾ ഉള്ള, ഒരുപോലെ ആംഗിൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകള് ഒരേ തോതിലാന്ന് പറയാം. അതായത് ബിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റത്തേല് എ ഡി, രണ്ടാമത്തിൽ ക്യൂവിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? പി എസ് അല്ലെ? എ ഡി ബൈ പി എസ്, അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതിന്റെ ലംബങ്ങൾ, രണ്ട് ത്രികോണം സിമിലർ ആണ് അല്ലെങ്കിൽ സദൃശമാണെന്നുണ്ടെങ്കിൽ അവയുടെ ലംബങ്ങളും എന്തായിരിക്കും? ഒരേ തോതിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ഡി ബൈ പി എസ് എന്ന് കിട്ടി അല്ലെ? ഇതിൽ നമുക്ക് അറിയുന്ന വാല്യൂസ് ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, എ ഡി ഈക്വൽ ടു 8 എന്ന് നമുക്കറിയാം. അതേപോലെ എ ബി എന്ന് പറയുന്നത് 10 നമുക്ക് ചിത്രത്തിൽ തന്നെ. അതേപോലെ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? 20 തന്നെ. അത് നമുക്ക് എന്ത് ചെയ്തിട്ട് കൊടുക്കാം? അപ്പൊ എ ബി എന്താ? 10 ബൈ പി ക്യു എന്ന് പറയുന്നത് 20 ഈക്വൽ ടു എ ഡി എന്ന് പറയുന്നത് 8. താഴെ നമുക്ക് പി ക്യു അല്ല പി എസ്, അതാണ് നമുക്ക് കാണേണ്ട സാധനം. ആ സാധനം വെച്ച് ബാക്കി എല്ലാത്തിനും വില കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് കണ്ടൂടെ? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിങ്ങോട്ട് ഗുണിക്കുന്നു, ഇതിങ്ങോട്ട് ഗുണിക്കുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചു. അതായത് 10 ഇൻറ്റു മറ്റേ അപ്പുറത്ത് താഴെയുള്ള പി എസ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. പി എസിന്റെ ഇക്വേഷന്റെ അപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താവും? ഹരണമുള്ള ഗുണനാവും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 10 ഇൻറ്റു പി എസ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 8 അല്ലേ? അപ്പൊ ഇതെന്താ? 10 പി എസ് എന്ന് പറയുന്നത് 8 ഇൻറ്റു 20 എന്താ? 160. സോ പി എസ് എന്ന് പറയുന്നത് എന്താണ്? 10നെ പുറത്ത് കൊണ്ടായാല് 160 ഹരിക്കണം 10, ഇതെന്താ? 16. അപ്പൊ പി എസ് എന്ത് കിട്ടി? നമുക്ക് 16 കിട്ടി. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താ? 8ന്റെ ഈ ഒരു എ ബി ഇതിന്റെ ഡബിൾ ആണെന്ത് ഇത്. ഓക്കെ, അപ്പൊ ഇത് 8 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്താ? 16 ആവും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഈ കാൽക്കുലേഷനിലൂടെ പറഞ്ഞു തന്നു. അതായത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ വേറെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്താൽ മതി.
ഓക്കെ. ഒരു രണ്ട് ത്രികോണം കുറച്ച് സൈഡും കുറച്ച് ആംഗിളും ഉണ്ടെങ്കിൽ അപ്പൊ മനസ്സിൽ വിചാരിക്കണുണ്ട് അത് സിമിലർ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സദൃശ ത്രികോണത്തിന്റെ ചോദ്യമാണെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ നമുക്ക് എന്താ അറിയണേ, കോണ് തുല്യാണ്, സൈഡുകളിലുള്ള റേഷ്യോ നമുക്ക് ഈക്വൽ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മൈൻഡ് വരണ്ടേ. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങള് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബാക്ക് അടിക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അതിൽ ബി പാർട്ട് എന്താ? ബി പാർട്ട് എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിന്റെ ഈ ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഇല്ലേ, ചെറിയ ട്രയാങ്കിൾ, ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 48 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ എന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 48 ഓക്കെ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും എന്ന് ചോദിച്ചേ. അതിനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ത്രികോണത്തിന്റെ 2 മടങ്ങാണ് ഈ ത്രികോണം, അല്ലെ? ഡബിൾ ആണ് രണ്ടാമത്തെ ത്രികോണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ത്രികോണത്തിന്റെ ഏരിയയും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതായത് രണ്ടാമത്തെ ത്രികോണത്തിന്റെ പി ക്യു ആറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ന്റെ സ്ക്വയറിന്റെ ഇൻറ്റു ഏരിയ ഓഫ് ത്രികോണം എ ബി സി. ഇത് മനസ്സിലായോ? അതായത് ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. കെ എന്ന് പറയുന്നത് 2. അതായത് ആദ്യത്തെ ത്രികോണത്തിന്റെ 2 മടങ്ങാണ് എന്ത്? രണ്ടാമത്തെ ത്രികോണം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ എ ബി ബൈ പി ക്യൂ എന്നൊക്കെ എടുത്താലും എന്താ കിട്ടുക? 2 എന്നാ കിട്ടുക. ആ ഒരു സംഖ്യയാണ് കെ എന്ന് പറയുന്നത്. ആ കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതായത് ആ വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് കെ സ്ക്വയർ ഇൻറ്റു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതെന്താ വരിക? 2 സ്ക്വയർ 4 ഇൻറ്റു രണ്ടാമത്തെ ഫസ്റ്റത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് എന്താ നമുക്ക് തന്നത്? 48 ആണ്. സോ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 4 × 48 ചെയ്താൽ 192 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഏറ്റവും സിമ്പിൾ വേറൊരു വേ ആണ്. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്, അല്ലെ? ബി എന്ന് പറഞ്ഞ ബേസ്, എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ്, അതായത് ബി പാദം, എച്ച് ഉന്നതി. ഇത് രണ്ടും കിട്ടിയാ പോരെ? ഇതിൽ നിങ്ങൾക്ക് പൈതഗോറസ് തിയറും അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബേസും എച്ച് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉത്തരം കിട്ടിയാൽ മതി, തെറ്റരുത്. √3, √4, √5 വാല്യൂസ് അത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തില് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ √3ന്റെ വാല്യൂ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തരും. കാരണം എന്താ? നമുക്ക് അതിന്റെ വാല്യൂ കാണാൻ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ക്ലാസ് നമുക്കിപ്പോ നിർത്താം. നമ്മൾ ഏകദേശം എല്ലാ ചോദ്യം കവർ ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് √3, √4, √5ന്റെ വാല്യൂസ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോ അപ്പൊ നമുക്ക് ഒരു ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലെത്തി 5√3. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞത് 5√3 കിട്ടി. ഇവിടെ √3ന്റെ വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ √3 ഈക്വൽ ടു ഇപ്പൊ 1.14 എന്തെങ്കിലും ഒരു സംഖ്യ എനിക്കറിയില്ല കറക്റ്റ് കേട്ടോ, ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ √3ന്റെ വാല്യൂ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ശരിയാണ്, ഉത്തരം ശരിയാണ്, ഇത് തെറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? √3ന്റെ വാല്യൂ ഇട്ടിട്ട് ആ ഉത്തരം തെറ്റിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? പോയിന്റ് ഉള്ള സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോ കുറച്ച് ടഫല്ല, എന്നാലും തെറ്റാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിർത്തുക. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് എഴുതിയാൽ മതി. നിങ്ങൾ തന്നിങ്ങനെ അങ്ങനെ ചെയ്യും വേണ്ടോ.
ഓക്കെ, അപ്പൊ നിങ്ങള് √3, √4, √5 വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കണ്ട. കാണാൻ പഠിക്കാൻ നിങ്ങൾക്ക് കുറെ സംഭവങ്ങളുണ്ട്, മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് നിർത്താലേ.